ഞങ്ങളിവിടുത്തെ പള്ളിയാട്ട. ഈ പള്ളിയിലാണ് നമ്മളെ മലയാളി കത്തീബുള്ള ലത്തീഫ് ഉസ്താദ് എന്ന് പറയും. ഈ പള്ളിയിൽ അയാളെ ഉസ്താദിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അതുപോലെ നമ്മളെ എൻ്റെ കുട പോയ അവിടുത്തെ പള്ളിയിലെ ആ പള്ളിയിലെ കത്തീബുണ്ടല്ലോ, കുട പോയ പള്ളിയിലല്ല, അതിൻ്റെ അപ്പുറത്ത്. ആ ഉസ്താദിൻ്റെ പേരെന്താണാവോ, പേര് മറന്നു ഞാൻ. ഇവിടെയൊക്കെ ഒരുവിധം ഡോങ്കരി ബൈക്കൊക്കെ ഒരുവിധമൊക്കെ നമ്മുടെ കേരളക്കാർ മലയാളീസ് പള്ളിക്കല കത്തീബൊക്കെ ഈ ഭാഗത്തൊക്കെ ചാടിക്കാൻ പാട്ടെ. അസ്സലാമു അലൈക്കും എല്ലാവരോടും, എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും. ഇന്ന് 10/7/2025 അപ്പോൾ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവനൊന്ന് പരിചയപ്പെടണം. ഇവൻ്റെ പേര് സംസീർ എന്നാണ്. കാസർഗോഡുള്ള ഇതിപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് നിസ്കരിച്ച് വരാൻ സമയത്ത് ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക അറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചില്ല എന്നോട്, സത്യമല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇപ്പം എന്നോട് പറഞ്ഞ് എന്താ പറഞ്ഞ് പറയണോ മൊഹറത്തിൻ്റെ എന്തത് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞാൽ മൊഹറത്തിൻ്റെ 6 കണ്ടമാനം കൂടിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ് അതിൻ്റെ കണ്ടിക്കണോ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ട്. ഇപ്പം നമ്മളെ ഹോട്ടലിലെ മുതലാളി കേട്ടാ, മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ കമ്പനിയാണ്. എൻ്റെ 11 ലക്ഷം വാങ്ങിക്കൊണ്ടേ എൻ്റെ അടുത്ത് പൈസ മേടിച്ചാ ഇല്ലല്ലോ, ഓൻ്റെ അടുത്ത് മേടിച്ചിട്ടില്ല. ഇന്നെപ്പോലത്തെ ആൾക്കാരുടെ അടുത്ത് അത്ര മേടിച്ചുകൊണ്ടിരിക്കണേ പറയുന്നത് മാത്രമേ വാങ്ങിച്ചു. എന്താ മുഹമ്മദ പോട്ടെ, നമുക്ക് രസമുള്ള കാണാം. നമുക്ക് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. ആ മുഹൂർത്തിൻ്റെ ഒരൊറ്റ അത് 1500 മീതെ സബ്സ്ക്രൈബ് നമ്മൾ അന്നെപ്പോലെ ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഈ വീഡിയോസ് കാണുന്നത്. മുന്നോട്ട് എന്താ ഇതിനെ പറ്റി എന്തെങ്കിലും ആൾക്ക് എന്താ അഭിപ്രായം? ഞാൻ മറ്റുള്ളവരെ കുറെ പൈസ വാങ്ങി തിന്നുന്ന ആളാ അല്ല നേരെയുള്ള ആള്, നല്ല ആള്. എക്ക് പോലും എത്ര 1000 രൂപ 2 രൂപ ചോദിച്ചെങ്കിൽ തരും. നമ്മൾ ഒരു പരിചയം ഉണ്ടായിട്ടാ പിന്നെ ഇങ്ങനെ ചെറുതിൻ്റെ പരിചയമായി. ഇപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളായി. എൻ്റെ സേട്ടുമായിട്ട് എന്നെക്കാളും വലിയ കമ്പനിയായി. ലാസ്റ്റ് സേട്ട് എൻ്റെ സേട്ട് ഉണ്ടായിരുന്ന സേട്ട് 11 ലക്ഷം മേടിച്ച ആള് ഇയാളെ കുറച്ച് ബുദ്ധിമുട്ടാക്കി തോന്നുന്നു. മുഹമ്മദ് എപ്പോ ചോദിച്ചാലോ 50,000 25,000 ഞാൻ കൊടുക്കലുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ മുഹമ്മദ് തരലുണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദിന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. മുഹമ്മദ് അങ്ങനത്തെ ആളല്ല. മുഹമ്മദ് നിങ്ങൾ നല്ല ഈ ഹോട്ടലിൽ അയാളെ ആരോ പറ്റിച്ചത് പറയുന്നത് കേൾക്കുന്നത് അത്രയേ ഉള്ളൂ. അയാൾ അങ്ങനത്തെ ആളല്ലായിരുന്നു. അതുണ്ടായത്. മുഹമ്മദിന് എന്ത് സംഭവിച്ച, മുഹമ്മദ് അങ്ങനെ ചതിക്കാനോ പിടിക്കാനോ മേടിച്ചുകൊണ്ടായത് പൈസ അല്ല. എന്തൊരു സുപ്രഭാതത്തിൽ ഓനിക്ക് എന്ത് സംഭവിച്ചാ, ഓനിവിടെ ലോഡ്ജും ഈ ബാഗ്ദാദ് ഹോട്ടലിലും ലോഡ്ജ് കൊണ്ടിറങ്ങിയ ഒരാളാണ് മുഹമ്മദ്. പക്ഷെ ഓനിവിടെ എല്ലാവർക്കും ഓനെ ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷെ എന്താണ് ഓനാരോ ചതിച്ചതാ എന്താന്നല്ല, പാവണായി അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഓൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തരും ചെയ്യും. ഓൻ തരും. ഓൻ്റെ പൈസ എല്ലാവരും പൈസ തരും. ഇന്ത്യന്നല്ല സർവ്വ ആൾക്കാർക്ക് ഓൻ തരും. പക്ഷെ ഓനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടുപോയിട്ട് കുറേ കരഞ്ഞിട്ടുണ്ട് എന്നോട് ഫോണിൽ കൂടെ. ഓക്കെ ഞാൻ കോൾ ചെയ്ത് എടുക്കലുണ്ട്, സംസാരിക്കലുണ്ട്. അതാണ് ഓൻ തരൂല എന്ന് പറഞ്ഞിട്ടില്ല. ഓ എപ്പോഴും പറയണ്ടേ തരാമെന്ന് പറയേണ്ടത് ഓൻ തരും. ഞാൻ അതുകൊണ്ടാണ് സത്യം ഓൻ പറയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ ഞാൻ ഓക്കെ. മറ്റേ ഞാൻ എന്ത് പറയുന്നത് അത് വിശ്വസിക്കില്ലടോ. എൻ്റെ കാര്യങ്ങളപ്പോൾ അതാണ് ഞങ്ങൾക്ക്. ഇതാണ് നമ്മളെ അല്ലേ, ഇതാണ് ദർഗ ബാഗ്ദാദ് റെസ്റ്റോറൻറ്റ്. നമ്മളെ മുഹമ്മദ് കൊണ്ടിറങ്ങിയ ഹോട്ടലത്. അത് ഇപ്പോൾ വേറെ ആൾ കൊണ്ടെടുക്കാണ്. ഇപ്പോൾ ഓപ്പണാക്കി നമ്മൾ അവിടെ സംശയം ചാടിക്കാൻ വാ. ഇപ്പോൾ എൻ്റെ കൂടെ കാര്യം പിടിക്കാൻ വന്നത് ഇപ്പോൾ ഹോട്ടലിലാണ് പാവം പണിയെടുക്കുന്നത്. അയക്കുന്നേ ഒരാ കോലത്തിൽ വന്നിപ്പോൾ നോക്കണേ ഹീറോ അയക്കണേ. ഇതൊക്കെ കുറച്ച് ആളുണ്ടോ കപ്പടൊന്നും ആയാത്ത ഞങ്ങൾ ചാടിക്കട്ടെ. മുഹമ്മദിൻ്റെ ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ നല്ല ഇതിൽ കൊണ്ടിറക്കിയായിരുന്നു. ചായ ചെയ്തോ സംസാരം. ഇപ്പം തെങ്ങുംതോട്ടത്തിൽ ഇന്ന് കാര്യം പിടിക്കാൻ വന്ന് എൻ്റെ കൂടെ വന്നില്ലായിരുന്നു. രാവിലെ കണ്ടില്ലേ 10-ാം തീയതി. ഞാൻ പിന്നെ പണിക്കാരൻ ചേർക്കണമെന്ന് ഉറങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ നല്ല ഉറങ്ങിയിട്ടാണ്. ആ കിടത്തം കഴിഞ്ഞ് തെങ്ങേറി വന്ന ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്നു ഉറങ്ങി. നല്ല ഇതിൽ കൂടെ ഈ ഹോട്ടലിൽ മുഹമ്മദ് കൊണ്ടിറക്കിയായിരുന്നു.
എന്താ നിങ്ങളോട് പറയാം, ഓനിക്ക് ഇത് മതിയായിരുന്നു, നല്ലപോലെ ജീവിക്കണം, നല്ലൊരു സ്വർഗ്ഗമായിരുന്നു ഇത്. ഹോട്ടല്, ലോഡ്ജ്, ഈ ഹോട്ടലിൻ്റെ മുതലാളിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, പിന്നെ അമീർക്ക എന്നാണ്. അവരിന്നേറ്റ് ഭയങ്കര കമ്പനിയാണ്. ഈ മുഹമ്മദ് പൈസ മേടിച്ച് കൊണ്ടതിന് ശേഷമാണ് അവരിന്നേറ്റ് ഇത്രയും ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അവരുടെ നമ്പറൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞ് മുഹമ്മദിൻ്റെ വീട്ടിൽ പോകാനും മുഹമ്മദിനെ കാണാനും എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇവിടെയുള്ള കുറേ ആൾക്കാർ എനിക്ക് സപ്പോർട്ടാണ്. മുഹമ്മദ് എന്ന ആൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ, കാസർഗോഡിലെത്തി കഴിഞ്ഞാലും ഞാൻ അറിയാതിരിക്കില്ല. കാരണം അവിടെ വേഗം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും, ഇന്ന ആൾ ഇന്ന ഭാഗത്ത് എത്തിക്കണിട്ടാന്ന് പറഞ്ഞു. ഇതാണ് ഈ ചാര ചേച്ചി ചാട്. ഞാൻ കുറേ ഇന്നലെ ആട്ടർച്ചിൻ്റെ കയ്യിൽ കുറേ പൊറോട്ടയ്ക്ക് ഇന്ന് പണി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഞാൻ ഞാൻ ഹോട്ടലിൽ കാണിച്ചു തരാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നാസ്തൊന്നും കഴിച്ചില്ല, കാരണം ഞാൻ പൊറോട്ട തിന്നിട്ടേ ആട്ടർച്ചയായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ച് ഇങ്ങനെ പോവുകയാണിപ്പോൾ ചെക്കനൊന്ന് ഉറങ്ങാൻ വിടണം. ഇവിടെ അസർ വാങ്ങി കൊടുക്കണത് 4:30 മണിക്കാണ്. അങ്ങനെ മുഹമ്മദ് എന്താ പടച്ചോ എന്ത് റഹ്മത്തെ കൊടുത്തിക്കണവർ മുഹമ്മദിന്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ഇതിൻ്റെ മുതലാളിൻ്റെ പേര് മുഹമ്മദും അമീദക്കയും. അങ്ങനെ ഈ അമീദക്ക് ഇവരൊക്കെ നല്ലൊരു മനുഷ്യനെ മുഹമ്മദ് ആയിട്ട് ആ ഹോട്ടലും ലോഡ്ജൊക്കെ കൊടുത്ത് ആയിട്ട് നല്ലപോലെ നല്ല കൊടുത്ത റഹ്മത്ത. ഓനിക്ക് ഏതായാലും ഓൻ്റെ വാപ്പ മരണപ്പെട്ടിക്കണം, ഉമ്മ മാത്രമേ ഉള്ളൂ. ഓൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. നല്ലൊരു പോലെ ജീവിച്ചൂടെ ഓന് എന്താണ് ഓൻ്റെ ആ ഹോട്ടലിൽ അങ്ങനെ ഇരിക്കും ചെയ്യൂല. ഓൻ വലിയ മുതലാളിയായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഓന്. എന്താണെന്ന് അറിയുന്നില്ല. ഓനെല്ലാവരും സെലോട്ട് അടിക്കായിരുന്നു, മുഹമ്മദ് ഭായ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഇങ്ങോട്ട് പറയാ, അങ്ങനെ ആ ഒരു ഹോട്ടലും ലോഡ്ജും മതി ഈ ഭൂമിയിലൊരു സ്വർഗ്ഗാക്കി മാറ്റാണ്. കടയിൽ ഹോട്ടലിൽ ശരിക്കുമ്പോൾ ഇരിക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടാൻ നടക്കുകയായിരുന്നു ഓൻ്റെ പണി. കാരണം കണ്ണി കണ്ടാൽ നമ്മൾ കൊല കൃഷി ഉണ്ടാക്കിയിട്ട് ആ കൃഷി നോക്കി കൊണ്ടടക്കായിരുന്ന കൊല്ല കണ്ണി കണ്ട ജന്തുക്കൾ വന്ന് കൊത്തി തിന്ന് പോവും. അതിനെ ഭയമുള്ളവനാച്ചാൽ അത് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പനാച്ചാലോ ഹോട്ടലിൽ കുറേ പണിക്കാരൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ തണ്ടാൻ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് 50,000 ചോദിക്കും, 25,000 ചോദിക്കും, 30,000 ചോദിക്കും. ഞാൻ കൊടുക്കലുണ്ട്. ഞാൻ വേണ്ടി പറഞ്ഞു, മുഹമ്മദേ ഞാൻ ഏത് വാപ്പിൻ്റെ അടുത്ത് പൈസക്ക് വന്നാണ്ടല്ലോ ഞാൻ കാര്യം തുറന്ന് പറിച്ചില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ആദ്യം തുറന്ന് പറയും. അതിൻ്റെ വാപ്പായാലും ശരി, വാപ്പായാലും ശരി. ഞാൻ കാര്യം ആരുടെ മുഖത്തൊക്കെ വർത്തനം പറഞ്ഞ ഒരാളാണ്. ഞാൻ പറഞ്ഞു പൈസ മേടിച്ചോ, വാക്ക് തെറ്റിക്കരുത്. വാക്ക് തെറ്റിച്ചാൽ ഒരു ദിവസം 30-ാം തീയതി പറഞ്ഞാൽ 31-ാം തീയതി ആക്കിയാൽ പിന്നെ എൻ്റെ അടുത്ത് വന്നാൽ കിട്ടൂലട്ടാറ്. അതൊക്കെ പറയാൻ നിന്ന് ഡയലോഗ് അടിക്കുള്ളൂ എന്ന് വിചാരിക്കുള്ളൂ. ഞാൻ എല്ലാവരോടും മറിച്ചിട്ടുണ്ട്. ഏത് വാപ്പ വന്നാലും ശരി, നിങ്ങൾ ചായയും ചോറും നിൽക്ക് വാങ്ങി തന്നെ നിങ്ങൾ ഉറപ്പ് എനിക്ക് വേണ്ട. നിങ്ങളെ പണം കണ്ട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളല്ല. എൻ്റെ അധ്വാനം, എൻ്റെ വയർപ്പ്, അത് ആ വയർപ്പിൻ്റെ അധ്വാനത്തിൽ കൂടെ ഉണ്ടാക്കിയ വല്ല പൈസയും എല്ലാം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വന്ന് ചോദിച്ചാലും കൊടുക്കും. ഇനിയിപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ പരിചയപ്പെടുന്നുണ്ട്. ആ യൂട്യൂബിൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കങ്ങനെ യൂട്യൂബിലൂടെ പൈസ വന്നാൽ ആ പൈസയൊക്കെ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് ഞാൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചിട്ടേ പോവുള്ളൂ. ഞാനങ്ങനെ വല്ലാതെ പണത്തിനോട് സ്വപ്നം കാണുന്ന ആളല്ല. കാരണം വേണം, ഞാൻ വീട് വെച്ച് കൊട്ടാരം വെച്ച് ഇങ്ങനെ 2 പെൺകുട്ടികളെ കെട്ടിക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. അല്ലാതെ ഞാൻ വലിയ പൈസക്കാരനൊന്നല്ല. എനിക്ക് 2 പെൺകുട്ടികളെ കെട്ടിച്ച് അതുവരെ എൻ്റെ കയ്യിലൊന്നുമില്ല. പറച്ചോനെ എൻ്റെ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉറപ്പുണ്ടായില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിന് എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിന് കുട്ടിക്കൊന്നും കടങ്ങളൊക്കെ എങ്ങനെ വീട് നിൽക്കാൻ അറിയണില്ല. അതൊക്കെ അള്ളാഹിനോട് സ്തുതിക്കുകയാണ്. ഒന്നുമില്ലാതെ പോയ ആളാണ് ഞാൻ. എവിടുന്നാണ് ആ പൈസയൊക്കെ വന്നത്? നല്ല റാത്ത എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ്. പക്ഷെ ഒരാളെ പറ്റിച്ചിട്ട് ഒരാളെ തിന്നിട്ട് ഞാൻ നിൽക്കലില്ല. മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു, ആ മുഹമ്മദ് നല്ല ഓൻ പൈസ തന്ന ഓനിക്ക് തന്നേ. ഇതൊക്കെ ഞാൻ മമ്മൂട്ടിയുടെ ഡയലോഗുണ്ട്, ഒരു വരണ്ട് അടിയിലൊരു വര ഇട്ടിട്ടേ ഇവിടുന്ന് കിടക്കണം എന്ന് ആലിക്കുട്ടി കുഞ്ഞാലിയാജിൻ്റെ മകൻ എന്തോന്നൊരു ഡയലോഗുണ്ടല്ലോ. ആ ഡയലോഗ് ഞാനും പറഞ്ഞാൽ എവിടെയും ഭയക്കൂല. അത്രക്കും ഓനോട് കയ്യെ കിട്ടിയാണ്ടല്ല കടിച്ചെടുത്തു ഞാൻ. അത്രക്കും ഇതുണ്ട്, അത്രക്കും വിഷമം കൊണ്ടാണ് ഞാൻ ഉള്ളതാ. എൻ്റെ മനസ്സിന് നല്ല വിഷമം. കണ്ണി കണ്ടിട്ട് വാങ്ങിക്കൊടുത്ത പൈസയാണ് 11 ലക്ഷം റുപ്യ. ഓൻ തരുന്നുണ്ട്, കുറച്ചൊക്കെ തരാതിരിക്കണില്ല. ഇപ്പോൾ 3 മാസമായിട്ട് ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഓനോട് പോകാൻ വെച്ച് പറഞ്ഞു, മര്യാദക്ക് തന്നോന്ന് ഞാൻ പറഞ്ഞു മര്യാദക്ക് ഞാൻ പോൾക്കൂടെ ആയത് വർത്തമാനം പറയാൻ പറഞ്ഞു. ഞാൻ ഓനക്ക് വോയിസ് വിട്ടാൻ പറഞ്ഞു, മര്യാദക്ക് തന്നു പറഞ്ഞു. ജി ചെറ്റെന്ന് ഞാൻ അതിനെക്കാട്ടും വലിയ ചെറ്റ ഞാൻ കണ്ടിട്ടുണ്ട്. ജി പിടിച്ച പോയില്ല 2 ചെവി, ഞാൻ പിടിച്ചതിന് 1 മുഹമ്മദ് കണക്കാക്കണ്ടായിരുന്നു.
എൻ്റെ തീട്ട ഞാൻ പറയാം, എൻ്റെ തീട്ട ഞാൻ നക്കിയിട്ടില്ല. ചിൻ്റെ നക്കാൻ നിന്നാൽ ഇത് നക്കി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് പുടുത്തം പിടിക്കുന്നതാണ്. പിടിച്ചിട്ട് ഞാൻ പറയും ഞാൻ ചെയ്യുന്ന ആളാ. ഞാൻ തമാശക്ക് വീഡിയോ എടുത്ത് വിടുന്നല്ല, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതാണ് ഞാൻ ഒറ്റ തന്തക്കുണ്ടായ മോനാന്നുണ്ടെങ്കിൽ വാക്കൊന്നുള്ളൂ. എനിക്ക് ഇവിടെ എല്ലാവരോടും ചോദിച്ചേക്കാണ്. ഞാൻ വലിയടാ, ഞാൻ ലോറസ്കരിച്ചിട്ട് ഞാൻ വരുന്ന ആളെ. ഞാൻ ഒരാളോട് നുണ പറിച്ചില്ല. ഞാനൊരു വാക്കിൽ കൂടെ നടക്കണം. ആരെങ്കിലും അടുത്ത് 1 ലക്ഷം 5 ലക്ഷം 15 ലക്ഷം മേടിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചൊക്കെയല്ലായിരുന്നു. പക്ഷെ വാക്കൊന്നുള്ളൂ. ഞാൻ ഇത്ര മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അതിൻ്റെ അടുത്ത് ഉണ്ടായിട്ടല്ല. നിന്നെ സ്നേഹിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. ആരോട് ചോദിച്ചാലും എനിക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ അവധി തെറ്റിക്കൂല. അതാണ് ആൾക്കാർ പോക്കറ്റിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട്. ഞാൻ കയറി ചെന്നാലും ഇല്ലാന്ന് എനിക്ക് വേറെ മനസ്സിലായില്ല. കാരണം എന്താ പറയുക, മാനൊരു വാക്ക് പറഞ്ഞാൽ ആ ഡേറ്റിന് 9-ാം തീയതി പറഞ്ഞാൽ 10-ാം തീയതി ആക്കൂല. അതാണ് ഇന്ന ഈ ബോംബെയിൽ ഞാൻ എങ്ങനെ ഈ നരകത്തിൽ റോട്ടുമ്മ കിടന്ന് ജീവിച്ച ആളാണ്. ഒന്നുമില്ലാതെ വന്നിട്ട് ആരാണ് എൻ്റെ വാപ്പി എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ അഞ്ചന്മാരും ഏട്ടന്മാരും ആരും തന്നിട്ടൊന്നല്ല എന്നെ ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്നിക്കണേ. ഈ കണ്ട നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ കണ്ടുമുട്ടിയ ആൾക്കാരാണ് എനിക്ക് ഇന്നെ രക്ഷിച്ചത്. അവരാണ്. കുടുംബക്കാരും ഇന്നെ സഹായിച്ചിട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങളെപ്പോലെ ഈ ഇപ്പോൾ യൂട്യൂബിൽ എത്ര ആൾക്കാർ കാണണേ. ഇതേമാതിരി ബോംബെ വന്ന് കണ്ണി കണ്ട ആൾക്കാർ കണ്ടിട്ടാണ് ഞാൻ റോട്ടുമ്മ കിടന്നില്ല ഞാൻ ഇന്ന് ഈ നിലയിലും ഇവർക്കൊക്കെ എത്തിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ നിങ്ങളല്ലാതെ പിന്നെ ആരെ ഞാൻ സഹായിക്കേണ്ടത് പറയും. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇന്ന് ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്നാൽ ഇതുപോലെ ഇനിയിപ്പോൾ യൂട്യൂബിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ഞാൻ ചരിത്രം എഴുതി കുറിക്കണത്. എന്നെ രക്ഷിച്ച എൻ്റെ കുടുംബക്കാരൻ എൻ്റെ ഭാര്യ വീട്ടുകാരൊന്നല്ല. നമുക്ക് സ്വത്തും മുതലൊന്നും എൻ്റെ വാപ്പാക്ക് സ്വത്തും മുതൽ കണക്കിൽ കോടിക്കണക്കിലുള്ള മുതലുണ്ട്. ഞാനത് സ്വപ്നം കണ്ട് ജീവിക്കണമല്ല. അപ്പം എൻ്റെ വാപ്പ എനിക്ക് കുറച്ച് സ്ഥലം ഒക്കെ ഞാൻ കഥകൾ ഞാൻ പറയും. എനിക്ക് സമനില തെറ്റിയാൽ ഞാൻ എല്ലാം പറയും. എനിക്ക് ഇവിടെ ഏട്ടന്മാർ അഞ്ചന്മാരൊന്നും ഞാൻ നോക്കണമെന്നില്ല. ചെറ്റത്രം ചെയ്താൽ ഞാൻ ആരെ മുഖത്തൊക്കെ പറയും. അതിൻ്റെ അഞ്ചരായും ശരി എൻ്റെ പെങ്ങന്മാരും ശരി. പെങ്ങന്മാരെന്നോട് വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആ ലോകത്തോട് വിളിച്ചു പറയും. പറഞ്ഞിരിക്കും ഞാൻ. അവരാരെ ₹1 വേണ്ട. എൻ്റെ അഞ്ചന്മാരെന്നോട് എന്താ ചെയ്തത് ആ സമയമാകുമ്പോൾ ഞാൻ അതും പറയും. ആരും ദുനിയാവിൽ ജനങ്ങളെ മുന്നിൽ നല്ലവനായി കാണാൻ പാടില്ല. അത് അള്ളാൻ്റെ മുന്നിൽ നല്ലത് കാണും. എന്താ അവർക്ക് അള്ളാൻ്റെ മുന്നിൽ കാണാൻ പറ്റണില്ല. നിസ്കരിക്കുക, പള്ളിക്ക് പോയാൽ ഓതുക, ഇബാദത്തെടുക്കുക, എന്നിട്ട് കുടുംബം മുഴുവൻ തെറ്റിപ്പിരിയുക. എവിടുത്തെ പഠിപ്പതൊക്കെ. ഞാൻ എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി. കഥ കേൾക്കണം. ഞാൻ മുതലിന് വേണ്ടി കുറേ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെങ്ങന്മാർക്ക് മുതലൊന്നും കൊടുക്കാതെ എൻ്റെ ആ മുതലൊക്കെ കോടിക്കണക്കിന് രൂപ മുതൽ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണേ. ഞാൻ നാട്ടുകാരെ അറിയിക്കണില്ല നമ്മളെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ. എൻ്റെ കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഏട്ടന്മാർ അഞ്ചന്മാരൊക്കെ എൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ല. ഞാൻ പറയാണ്, ഓരോ ഭാഗത്ത് ഓരോന്ന് ചെയ്യണേ ഞാൻ കാണുകയാണ്. ഓരോ ആൾക്കാർ എന്നോട് പലതും പറച്ചിലുണ്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് പള്ളിയുടെ അകത്തേക്കാണ് കിടക്കുക, എന്നിട്ട് നിസ്കരിക്കുക, ഓതുക, ഇബാദത്തെടുക്കുക, റബ്ബിനോട് അടുക്കുക. എന്ത് ലോക ചരിത്രം ചെയ്തിട്ട് മനസ്സിനുള്ളിൽ ജനങ്ങളെ കാണിച്ചിട്ട് ജനങ്ങളെ മുന്നിൽ നല്ലവനെ അസ്സലാമു അലൈക്കും, ഞാൻ നല്ലൊരു ഇസ്ലാം ദീനിലുള്ള ഒരു മനുഷ്യനാണ്, എന്നെ സ്നേഹിക്കുകയും നോക്കണം. പെരയുടെ അകത്ത് ഉമ്മാനും വാപ്പാനും കുടുംബത്തിലൊക്കെ തെറ്റി പിരിഞ്ഞിട്ട് ഓരോന്ന് കാറ്റിക്കൂട്ടിയിട്ട് കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് പള്ളിയുടെ അകത്തേക്ക് കിടക്കുക. ആരെങ്ങളോട് പള്ളിയുടെ അകത്തേക്ക് കിടക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഉണ്ടാക്കിയ പള്ളി ഈ വേണ്ടാത്ത ചെയ്തിട്ട് പള്ളിയുടെ അകത്ത് കിടക്കാം. അള്ളാൻ്റെ പള്ളിയിൽക്കും അമ്പലത്തേക്കും ചർച്ചിൽക്കൊന്നും ഒരാൾ കയറി ചെല്ലരുതിട്ടാ. കയറി ചെന്നോളി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ അറിയോ, കുടുംബങ്ങൾ ആരും തമ്മിൽ തെറ്റി പിരിയരുത്. സ്വത്തുക്കൾ വല്ലതും ഉണ്ടോ, പെങ്ങന്മാരൊരു കണ്ണീര് കുടിക്കുന്നുണ്ടോ അവർക്ക് കൊടുക്കുക. പെങ്ങൾക്ക് വീട് വെക്കാൻ പറ്റണില്ല, സ്ഥലമില്ല, ആ പെങ്ങൾക്കൊരു 4 സെൻറ്റ് സ്ഥലവും കൊടുത്തിട്ട് അതിൽ നല്ലൊരു വീടും വെച്ച് കൊടുത്തിട്ട് ആ പെങ്ങളെ കണ്ണീന്ന് വീണ വെള്ളം തുടച്ച് മാറ്റി കൊടുക്കും. അല്ലാതെ എൻ്റെ പെങ്ങൾക്ക് മോതിരം കൊടുക്കൂല, എൻ്റെ പെങ്ങന്മാരെ കുട്ടികൾക്ക് മോതിരം കൊടുക്കൂല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യച്ച പള്ളീൻ്റെ അകത്തേക്ക് കിടക്കരുത്. അള്ളാഹ് പാടില്ല. അള്ളാഹിൻ്റെ പള്ളിയാർ എന്താണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയാർ എന്താണ്? നബി ഒരു തെറ്റും ചെയ്യാത്ത നബി ഇത്രയും നല്ല ലോകത്ത് നല്ലൊരു കാര്യം കാണിച്ചിട്ട് നബി ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. ആ പള്ളീൻ്റെ അകത്ത് നിങ്ങളോട് പറയാം, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓത്. അത് നബി പഠിപ്പിച്ചു തന്നതാ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മാനെ, എൻ്റെ കുടുംബക്കാരെ തെറ്റി പിരിയുക, എൻ്റെ പെണ്ണുങ്ങളെ ചീത്ത അറിയുക, എൻ്റെ മക്കളെ ചീത്ത അറിയുക. ജനങ്ങളുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഞാൻ നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല കാര്യം കാണിച്ചു. ഇപ്പോൾ ജനങ്ങൾ ചേർക്കാൻ തരാം, മാണി നല്ലവനാണ്, ഞാൻ നല്ലവനാന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ ഇതിനുള്ളിൽ തനി ചറ്റാണ്, ഓക്കെ പെട്ടക്കാൻ. നിങ്ങൾ എൻ്റെ അടുത്ത് കാര്യം വരരുതിട്ടാ. എപ്പോഴും പറയണ്ടേ, നിങ്ങളെ ഉറപ്പ് വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വിടല്ല. ലോകത്ത് ജനങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിരുന്ന അറിയും. പറയാൻ നിന്നൊരു സംഖ്യ ഉണ്ട്.
എന്തൊക്കെയാണ് ജനങ്ങൾ ഓരോ ഞാൻ എങ്ങനെയൊക്കെ അത് കാണുന്നറിയാം. ഞാൻ ഈ ഇൻ്റർനെറ്റിൽ കൂടെ കാണുക. ഇൻ്റർനെറ്റിലൂടെ കാണുന്നത് അറിയോ ഇപ്പം ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ഓരോ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടണമെന്നുള്ളത്, എന്താണ് ഇതിനൊക്കെ പിന്നിലെന്നുള്ളത്. ഓരോ മനുഷ്യനെ കൊല്ലുക, മുസ്ലിമിനെ കൊല്ലുക, ഹിന്ദു ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദു മുസ്ലിമിനെ കൊല്ലുക. എന്നിട്ട് ഞാൻ പടച്ചോൻ്റെ അടുത്ത് പോയാൽ സ്വർഗം കിട്ടുന്നു. പടച്ചോ നമ്മളോട് പറഞ്ഞ ഒരു മുസ്ലിമാനെ ഒരു ഹിന്ദുവിനെ കൊല്ലാനോ ഹിന്ദു മുസ്ലിമാനെ കൊല്ലാനോ ആരും പാടില്ല. എന്നിട്ട് നമ്മൾ നമുക്ക് തോന്നി നമ്മൾ പടച്ച ആൾക്ക് സ്വർഗത്തിൽ കാണാൻ. ഞാൻ മുസ്ലിമിനോട് പറയാം, ഒരു മുസ്ലിമായ ഞാൻ മറ്റവരോട് വരച്ച് ഒരു ഹിന്ദുവിനോട് വരച്ച് മുസ്ലിം ആവടാ, അല്ലെങ്കിൽ ഹിന്ദു മറ്റവരോട് വരച്ച് മുസ്ലിം ആവടാ. എങ്ങനെ ഈ പടച്ചോടത്ത് സ്വർഗം കിട്ടുക? പടച്ചോൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ണിങ്ങടൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വരികയെന്ന്. നമ്മളെ ഇഷ്ടംപോലെ ജീവിക്കുക, നമ്മൾ ആരും വേദനിപ്പിക്കാതെ വെറുപ്പിക്കരുത്. മറ്റുള്ളവരെന്തൊക്കെ കാട്ടിക്കൂട്ടണം അതിൻ്റെ പിന്നാലെ നടക്കരുത്. നല്ല വഴികൾ തിരഞ്ഞെടുക്കുക, ഒക്കെ നല്ലതായിരിക്കണം. ജീവിതത്തിൽ മണിക്കൂറും സെക്കൻഡും 24 മണിക്കൂറും 12 മണിക്കൂറും ഈ ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആകാശവും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ അറിയില്ല. പക്ഷേ നമ്മൾ സെക്കൻഡ് പ്രകാരം നമ്മളോട് ആ ഹൃദയം നന്നാക്കി വെക്കുക. ഒരു സൂചി കണ്ടില്ല കളി, ആ സൂചി കണക്കാണെങ്കിൽ എന്താ രസത്തിൽ കറങ്ങണക്കാണ് ആ കറങ്ങാനില്ല. അത് ഒരു സെക്കൻഡിൽ ഇങ്ങനെ അതേ സെക്കൻഡ് പ്രകാരം നമ്മുടെ ഹൃദയം നന്നാക്കണം. എന്നിട്ട് പടച്ചോനുമായിട്ട് അടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞാൽ പടച്ചോൻ്റെ പോലെ സെക്കൻഡ് പ്രകാരം പ്രതിഫലക്ക് റബ്ബെ നീ ഞങ്ങൾക്ക് ഉത്തരം കാട്ടി റബ്ബെ ഞാൻ വളരെ പ്രയാസത്തിലാന്ന് പറഞ്ഞാക്കാണ്. നമ്മളെ ഹൃദയം നന്നാക്കി വെച്ചിട്ട് സെക്കൻഡ് നമ്മൾ ആരോടും കറിയും പകയൊന്നും ഇല്ലാതെ നിങ്ങൾ പള്ളിയുടെ അകത്തുകൊണ്ട് കിടന്നാക്കാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ദേഹത്തേക്ക് മലക്കുകൾ കടന്നു വരും. പുറത്ത് ഇറങ്ങിയാൽ നമ്മളെ ദേഹത്ത് മലക്ക് കടന്നു വരും. നമ്മളെ പിന്നാലെ കാരണം മലക്കുകൾക്ക് നമ്മളെ ഹൃദയം നോക്കണേ. കാരണം ഈ എത്രയോ ആകാശത്തിന് മുകളിൽ ഭൂമിയിൽ സമാധാനി പറഞ്ഞാണ് ഒരുപാട് മലക്കൾ ഈ ഭൂമിയിൽ കടന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന്. ഞാൻ സമനിലക്ക് പ്രാന്തം മുഹമ്മനെ പറ്റി ആലോചിച്ചപ്പോൾ പ്രാന്തമ്മ ഞാൻ പറഞ്ഞതാണ്. മലക്കൾ ഈ ഭൂമിയിൽ കടന്ന് ഇറങ്ങണം എന്തിനാരോ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ മനസ്സ് നന്നാവാത്ത കാരണം ആ മലക്കിനെ നിങ്ങളെ ഹൃദയത്തേക്ക് കിടന്നു ഉറങ്ങാൻ ഒരു സൗകര്യം കൊടുക്കും. നിങ്ങളെ ഇഷ്ടം കൊണ്ട് കടന്നു വരികയാണ്. നിങ്ങൾ നല്ല വിഭാഗത്തിൽ നല്ല കാര്യം എടുക്കുമ്പോൾ നിങ്ങളെ വരുമ്പോൾ പക്ഷെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കറിയും ഭാഗ്യം വെച്ച് നിങ്ങൾക്ക് അള്ളാഹിനെയും കാണാൻ പറ്റില്ല, അള്ളാഹിൻ്റെ റസൂലിനെയും കാണാൻ പറ്റില്ല. മരിച്ചുപോയ നല്ല മനുഷ്യന്മാർ, നിങ്ങളെ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ. കാരണം നിങ്ങൾ എപ്പോഴും ചേർത്ത് പിടിച്ച് നിങ്ങളെ ഹൃദയത്തിൽ കിടന്നു ഉറങ്ങി ഹൃദയത്തിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഹൃദയത്തിൽ കിടന്നു ഉറങ്ങിയ കുറേ ആൾക്കാരുണ്ടാവും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. അതൊക്കെ നിങ്ങൾ ഇവിടെ വരും. അതിനൊന്നും യാർത്തിങ്ങ പോകേണ്ട ആവശ്യമില്ല, ഒരു യാർത്തിങ്ങിലും പോകണ്ട. ഇവിടെ നിന്ന് നിങ്ങൾ നിൽക്കുന്നിടത്ത് ഏത് സമയത്തും നിങ്ങൾക്കൊരു അപകടം വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഞാനാ ഈ പറഞ്ഞിട്ടാ. നിങ്ങളെ ഹൃദയം വേദനിക്കും, പതുക്കെ വേദനിക്കും. എന്താ അറിയുക? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്തോ ഒരു അപകടം എനിക്ക് വരാൻ പോകുന്നുണ്ടെന്ന്. അത് നിങ്ങൾക്ക് റബ്ബ് സീനിൽ കാണിച്ചു തരിക. കാരണം നിങ്ങൾ നല്ല മനുഷ്യനാണ്. ആ ചിലപ്പോൾ ഒരു ബസ് ഒന്നാകെ മറിയാനുള്ള സാധ്യത ഉണ്ടാവും, അതിൽ നിങ്ങൾ ചിലപ്പോൾ പെടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകരുത്. ആ ഹൃദയത്തിൻ്റെ വേദന മാറിയോ നോക്കുക. മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ പോയിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾ ബൈക്കായിട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ വാഹനമായിട്ട് പോകുക എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേദന നിങ്ങൾ ഉള്ളിൽ ചെറുതായിട്ട് ഒരു വിഷമം ഉണ്ടാവും. ആ വിഷമം എന്താ അറിയോ? ഇതൊക്കെ എന്തോ വരാൻ പോയി. കാരണം നിങ്ങൾ നല്ലൊരു മനുഷ്യനായതിൻ്റെ പേരില്ല. മനുഷ്യനെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം. എനിക്ക് കാണുന്ന ഭൂമിയിൽ കാണുന്ന ഓരോ മനുഷ്യനുണ്ടല്ലോ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് ആരൊക്കെ കടന്നു വരണമെന്ന് പറയില്ല. ചിലർ പറഞ്ഞാണ് ഞാൻ എൻ്റെ അള്ളാഹ് വന്നിക്കടേ. ചിലർ ഹിന്ദുക്കൾ വന്ന പറയാം അരേ ഹിന്ദുക്കൾ പറഞ്ഞാണ് ഞാൻ ദൈവത്തിനെ കണ്ട് മറ്റേതിനെ കണ്ടിട്ടുണ്ടാവും. അത് ഓനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടിട്ട് കുറേ പൈസ വാങ്ങി തിന്നാൻ മടിച്ചാൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ദൈവത്തിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പൈസ തരും, ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു തരാമെന്ന്. ഇതൊക്കെ എന്തിനാ ഈ വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കണം? എൻ്റെ മനസ്സിൽ എന്തെങ്കിലും മലക്കൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ എൻ്റെ കാര്യം ശരിയാക്കി തരാനും നല്ലത് ചെയ്യണോണ്ട് എന്നോട് പറയും ദുആ ചെയ്യണം കേട്ടാ. നിങ്ങൾക്ക് ദുആ ചെയ്താൽ കിട്ടൂലേ? ഇതൊക്കെ മാത്രം ദുആ ചെയ്താൽ കിട്ടുള്ളൂ. എന്നെ പോലെ നബിനെ പോലത്തെ ആൾക്കാരാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. നല്ല നബിക്ക് കിട്ടിയ അറിവുകൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ? നബിക്ക് ആരെ ഇത്രയും അറിവുകൾ പഠിപ്പിച്ചെടുത്ത് മണിക്കൂറോളം പറയും സംസാരിക്കാം. നബിക്ക് ആരെ ഇത്രയും അറിവുകൾ എവിടുന്നാണ്? ഞങ്ങൾ നബിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ നബിനോട് തന്നെ ചോദിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടിങ്ങൾ പറയുക അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് ആരാണ് ഇത്രയും അറിവുകൾ തന്നത് എന്ന്. കാണാൻ കൊതി കൊണ്ടും കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണ് റസൂലെ നിങ്ങൾ ചോദിച്ചു നോക്കി. ആരാണ് റസൂലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏത് മലക്കാണ് കടന്നു വന്നത് എന്ന് ഇങ്ങനെ വിടാതെ ചോദിക്കുക റസൂലിനോട്. കേൾക്കാൻ കൊതി കൊണ്ടാണ്, കാണാൻ ആഗ്രഹം കൊണ്ടാണ് റസൂലെ എന്നിങ്ങനെ നല്ല രസത്തിൽ കൂടെ പറഞ്ഞാൽ അത് നിങ്ങൾ ഹൃദയം നന്നാക്കണം. നിങ്ങൾ കറിയും പകമൊന്നും വെക്കരുത്. നിങ്ങൾക്ക് റബ്ബിനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെ
നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളുമായി ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ചോദിച്ചേക്കാണ്. അതിന് ഉസ്താദ്മാർ ദുആ ചെയ്താൽ മാത്രം സ്വർഗം കിട്ടണമെന്നില്ല. നിങ്ങൾ ദുആ ചെയ്ത് നോക്കി, ഉസ്താദിനെക്കാട്ടി പ്രതിഫലം ഉണ്ടാവും നിങ്ങൾ ദുആ ചെയ്താൽ സ്വന്തം. കാരണം നിങ്ങളെ മനസ്സ് നന്നാക്കി നിങ്ങൾ റബ്ബിനോട് ഇങ്ങനെ കൈ ഉയർത്തി കാണേ, അത് രസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഇത്രയും അറിവുകൾ കൊടുത്ത ആരാണ്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭരണാധികാരിയായ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലെ. നിങ്ങൾ കോടാനക്കോടി ജനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. പരിശുദ്ധ ഖുർആനാണ് റസൂൽ, പരിശുദ്ധ ഖുർആനാണ് റസൂലെ ഓരോ മനുഷ്യരും ഹൃദയത്തിൽ കൊണ്ടുവെക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ? അവിടെ ഖുർആൻ ഇങ്ങനെ ഇരുന്ന് ഓതി ഓരോരുത്തര്. പക്ഷെ ഇക്കൊന്നും അറിയണില്ല. ഞാൻ ഏറ്റവും ബാക്കിൽ, പള്ളിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നും കൊണ്ട് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ അത്രയും നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ട് ഓരോ മനുഷ്യന്മാർ തൊപ്പിക്കെട്ടിട്ട് നല്ലപോലെ ഓതുകയാണ്. എന്ത് രസമെന്നറിയോ? പള്ളിക്കല ജുമാക്കൊക്കെ ഇങ്ങനെ കേൾക്കണം. പല യൗറൂന ഇലൽ ഇബാലി കൈഫ ഉലികത് വഹിദ സമാഹി കൈഫ റുഫിയത്ത് വഹിദൽ ജിബാലി കൈഫ നുസിബത്ത് വഹിദൽ അർളി കൈഫ സുത്തിയത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈഖിൻ ഇല്ലാ മൻ തവല്ല വകഫറ ഫയദിബുല്ലാഹു അൽഅദാബൽ അക്ബർ. ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് രസമെന്നറിയോ? അത് പിന്നെ യാസീൻ വൽ ഖുർആനിൽ ലഖിന്നക ലമിനൽ മുർസല അലാ സിറാത്തി മുസ്തഖീം തൻസീലൽ അസീസർ റഹീം തുൻദിറ ഖൗമൻ മാ ഉൻദിറ. ഇതൊക്കെ ഇങ്ങനെ ഞാൻ അറിയില്ല, ഖുർആൻ ഓതാറിയില്ല പൊന്നാറ മക്കളെ, സത്യം ഒന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ റബ്ബിനോട് അടുക്കുകയാണ്. ഒന്നും അറിയാത്ത റോട്ടുമേ കിടന്നവർ വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല, ആരാൻ്റെ പണത്തെ മോഹിച്ചിട്ടില്ല. എന്നിട്ട് റബ്ബിനോട് അടുക്കി അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഓരോ മലക്കുകൾ ഓരോ സെക്കൻഡ് പ്രകാരം നിങ്ങളെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. ആ സെക്കൻഡ് പ്രകാരമാണ് നിങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വരും. അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോഴും നിങ്ങളെ ഹൃദയം വേദനിച്ചു തുടങ്ങും. എൻ്റെ റൂഹിനതാ കൊണ്ടുവരാൻ പോകുന്നു. അസ്രായിൽ അലൈഹിസ്സലാം ചോദിക്കും നിങ്ങളോട്, നിങ്ങളെ റൂഹിനെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന്. എൻ്റെയൊക്കെ കാണാൻ പറ്റണില്ല. അള്ളാഹുവിൻ്റെ റസൂൽ 2-3 തവണ തെങ്ങുമെന്ന് വീഴാൻ പോയ ആളാണ് ഞാൻ. അപ്പോഴും എൻ്റെ ഹൃദയം വേദനിക്കുകയാണ്, എനിക്കെന്തോ വരാൻ പോകുന്നുണ്ട് എന്ന്. പ്രശ്നങ്ങൾ ഞാൻ ആരുമല്ല കേട്ടാ. അള്ളാഹുവിൻ്റെ റസൂൽ വിചാരിച്ചാൽ എൻ്റെ അടുത്ത് കടന്നു വരരുത് നിങ്ങളാരും. നിങ്ങളെ ഉറപ്പേ വേണ്ട. ഈ ലോകത്ത് ഓരോ മനുഷ്യനെ ചെയ്ത് കൂട്ടണമെന്ന് കാണാൻ വയ്യ. നിങ്ങളൊന്നൊക്കെ മരിച്ചിട്ടൊക്കെ ഒന്ന് പോയൊക്കെ അവിടുത്തെ അവസ്ഥ എന്താന്ന് കണ്ട് പള്ളി നമ്മളാരും പോയിട്ടില്ല. പക്ഷേ നമ്മൾ ഭയമാണ്. നിങ്ങളൊന്ന് അള്ളാഹിനൊന്ന് കാണാൻ ആഗ്രഹിച്ചേക്കണേ. അള്ളാഹിനെ കാണാൻ തന്നെ നിങ്ങൾക്ക് പറ്റുമോ? നല്ല മനുഷ്യന്മാർക്ക് പോലും കാണാൻ പേടിയാ. അത് ചെന്നൊക്കെ റബ്ബിൻ്റെ അടുത്ത് വരാൻ നിന്നൊക്കെ ഇത് എൻ്റെ ശരീരത്തിൽ ആരോ കടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ പറയാണ്. അള്ളാഹ് നമ്മൾ പറയില്ല അക്കിൻ്റെ മരണപ്പെട്ട എൻ്റെ അള്ളാഹിനെ കാണും, എൻ്റെ റസൂലിനെ കാണുമെന്ന്. എന്ത് രസം എന്നറിയോ? അതൊന്ന് പോയി കണ്ടോക്കി നിങ്ങൾ. റസൂൽ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കും. അള്ളാഹുവിൻ്റെ കണ്ണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കും. അള്ളാഹുവേ, നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കാണേണ്ട റബ്ബെ നിങ്ങളെ പേടിച്ചിട്ട്. പക്ഷേ അള്ളാഹ് നിങ്ങളെ ഇഷ്ടം കൊണ്ട് വരികയാണ്. അള്ളാഹ് അവിടെ നിന്ന് പുറപ്പെടുകയാണ് നിങ്ങളെ കാണാൻ. നിങ്ങളെ റൂഹിനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ ഈ മണ്ണിലേക്ക് വെക്കുമ്പോൾ ജനങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. അതാ മുൻകർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരുന്നു. അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ കൊണ്ടുപോയി. മൻ റബ്ബുക മൻ നബിക. പിന്നെ ചോദിക്കേണ്ട നല്ല മനുഷ്യരെ ചോദിക്കും. നിങ്ങൾ ചോദിക്കേണ്ട അള്ളാഹിനെ കാണാൻ കൊതിയാവുന്നു. അവിടെ നിന്നാണ് അള്ളാഹ് ഇറങ്ങി പുറപ്പെടുക. അള്ളാഹ് ഇറങ്ങി പോട്ടപ്പോഴല്ല മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുന്ന പോലെയൊക്കെ. പ്രധാനമന്ത്രി വരുമ്പോണ്ടല്ലോ പണ്ടമാനം ജനങ്ങൾ മക്കളെ തെറ്റ് ചെയ്താൽ ജീവിച്ചോളിട്ടാ. ഈ ചാതാണ് ഭായ്. ഞാൻ ഇതിൽ പറഞ്ഞു പോയിട്ട് എന്നോട് പോയിട്ട് നിങ്ങൾ ഇന്ന് ആരും കാണാൻ വരച്ചിട്ടാ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഈ സമനില തെറ്റി നടക്കുന്ന ഒരാളാണ്. ഇവിടെ ഇതിനും മറ്റൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ചെക്കണമെന്ന് പറഞ്ഞോട് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് വിഷമം കിടക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം, നന്ദി. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു കാര്യം ഉണ്ട്. ഈ കുട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഇവനെ ഒരു ഇതാ രാജാവ് കേട്ടോ. ഇവനെ ഇവിടെ ഈ 2 വീലറിൻ്റെ മെക്കാനിക്കാ. ഇതാ ഇവിടെ ഇങ്ങനെ കേട്ടോ. 2 വീലറിൻ്റെ മെക്കാനിക്കാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ടപ്പൂരുണ്ട്, വില്ലന്മാരുണ്ട്. അത് നല്ലപോലെ നിന്ന സ്വർഗം കാണിച്ചു തരും. ചെറ്റത്രം ചെയ്താലോ നരകവും കാണിച്ചു തരും. അതാണ്. അപ്പോൾ ഇവൻ്റെ അവിടെ ഒരു വില്ല ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു അവനെ ഗാഡി ബനാനാന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി നേരെ കിട്ടാൻ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യണം. അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ പിന്നെ നേരാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നേരാക്കി കൊടുത്തില്ല. അങ്ങനെ ഓതിന് നെയ് ബനായത്താണ്. ഇത് വീണ്ടും ഒരു വണ്ടി. അങ്ങനെ അത് മോനിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ഇവനാണ് മാതൃച്ചു തബി ഇതർ നെയ് ബൈട്ടനാന്ന്, ഇതർ മത് ബൈട്ടനാന്ന് പറഞ്ഞു. അപ്പോൾ ഓന് അവിടെ ഉള്ള ആൾ തന്നെയാണ്. ഓൻ ഇവനോട് പറഞ്ഞു ഇവിടെ ഇരിക്കരുത്. അപ്പം ഇവിടെ എൻ്റെ കൂടെയുള്ള ഇവിടെയും ഒരു ബില്ലുണ്ട്, സുനിൽ. ഇവർ രണ്ടാളും ബന്ധങ്ങളാണ്, അപ്പുറത്തും രണ്ടാളും ബില്ലന്മാരാണ്. അപ്പം ഇപ്പം മറ്റോ പറഞ്ഞ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സങ്കടപ്പെട്ടിട്ട് നിൽക്കുകയാണ് ഈ കുട്ടി. ഇത്ര തവണ തുടങ്ങി ഉച്ചാല പതിക്കാവ് ആത്മീയക്കും ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്.
കാരണം എന്ന് വെച്ചാൽ എന്താ ഇപ്പം നിങ്ങളോട് പറയാ, ഇവന് ഇരുത്ത 3 ദിവസമായിട്ട് ഇപ്പം ഇരുന്ന് കരയാണ്. ഇവൻ കുഴപ്പമില്ല, നല്ല ചെക്കനാണ്. ഇവർ തരാൻ നാമിക്കാ ഇസ്രായേൽ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ മാനസിക വിഷം അങ്ങനെ ചെറ്റത്തിനൊന്നും ചെയ്യുന്നില്ല. ആൾക്കാർക്ക് പൈസ അങ്ങനെ കൂടുതൽ ബൈക്ക് മേടിച്ചാൽ നേരെ കൂടുതൽ മേടിക്കൂല. ഇപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ, നിങ്ങളെ ഭാഗത്ത് എവിടെയെങ്കിലും നല്ല സ്ഥലം ഇവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ വണ്ടി വരുന്ന ഭാഗങ്ങളെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് പറ്റുക ശരിയാക്കി കൊടുക്കണം കേട്ടോ. നിങ്ങളെ നമ്പർ കമൻറ്റിൽ വിട്ടാൽ മതി. പക്ഷേ അതിൻ്റെ വാടക ഓനക്ക് പണിക്ക് വേണ്ട, പണി കൊടുക്കില്ല. കാമിനെ കറിയണം കളി ജഗം ഇല്ല ചെയ്യണം. പണി കൊടുക്കൂല. ഓന് സ്ഥലം കിട്ടിയാൽ ഓൻ അവിടെ ഇരുന്നിട്ട് 2 വീലറിൻ്റെ വർക്കൊക്കെ കിട്ടിയാൽ എടുത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വാടക അതിനനുസരിച്ച് തരുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടീനെ കുഴപ്പമില്ല, നല്ല ചെക്കനാണ്. പിന്നെ ഞാൻ എത്ര മാസം ഇവിടെ കാണാൻ തുടങ്ങി. എൻ്റെ വണ്ടിയൊക്കെ നേരാക്കി തന്നാൽ എന്തെങ്കിലും ചില്ലറ കൊടുക്കുന്നാലും ഞാൻ കണ്ടിട്ട് കൂടുതൽ കൊടുക്കുകയില്ല. പാവല്ല, എന്നെപ്പോലെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാർ ആ വണ്ടിയുടെ ഉള്ളിൽ കൈയിട്ടിട്ടും ആ പോലെ കച്ചറൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ആ കച്ചറയുടെ ഉള്ളിൽ കൂടെ കൈയിട്ടൊക്കെ മനുഷ്യൻ പണിയെടുക്കണത്. ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടെന്താന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ മണ്ണാൽ നീട്ടി കൊണ്ടുവന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും ആ ഭാഗത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഇവർക്കൊന്ന് ശരിയാക്കി കൊടുക്കുക. അതിനനുസരിച്ചുള്ള വാടക ബന്ധം തരും ചെയ്യും. ഇവർക്ക് 10 രൂപ കിട്ടിയേച്ചാൽ. ഓക്കെ സലാം, എല്ലാവരോടും നന്ദി. कोई तुमको भाई तुम्हारा यूट्यूब में डाल रहे, ठीक है, मेरे दोस्त लोग हैं, ठीक है, टेंशन मत लो, ठीक है. अल्लाह है बड़ा, सब कुछ करके दे देगा. എല്ലാവരും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ആണ് 10/7/2025. ഞാൻ ചെക്കനൊന്ന് ഉറങ്ങാൻ വിട്ടതാണ്. 4:30 മണി, 4 മണിക്ക് വിടുന്നതാണ്. അസ്സലാമു അലൈക്കും. അതുപോലെ ഞാൻ ഇവിടെ കടയിലിരിക്കുമ്പോൾ എന്താരോ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതും അങ്ങനെയുണ്ട്. ഒരു കാര്യം എന്തെങ്കിലും പറയാൻ നേരത്തെ ആ ചെക്ക ഇവിടെ മിഷന് സ്റ്റാർട്ടാക്കാനേ അതിൻ്റെ ഒച്ചപ്പാടാണ്. കാരണം എന്താ അറിയോ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് വലിയ വർത്തമാനം പറയില്ല. കാരണം ഞാൻ ഈ കടയിൽ ഇവിടെ കത്തിക്കാൻ കൊണ്ടുവരുന്ന ഇറന്നതിനെ കൊണ്ടുവന്നാൽ വൈകുന്നേരം ആകുമ്പോൾ എത്ര കൊടുത്താലും ശരിയായി തീരും ചെയ്യും. അതിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊന്നല്ല. ഞാൻ ഈ കട എടുക്കാനുള്ള കണ്ടിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ സ്വപ്നം കണ്ടെടുത്തതല്ല. ഞാൻ എൻ്റെ റബ്ബിനോട് 1-2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് അള്ളാഹ് ഇതുവരെ നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ റബ്ബിനെ ഒരിക്കലും എൻ്റെ അള്ളാഹിനെ റസൂലിനെ ഞാൻ ഉണ്ടല്ലോ അത് മറക്കാൻ കഴിയില്ല. ഞാൻ അത്രയും നരകത്തിൽ കൂടെ ഇവിടെ ഇങ്ങനെ റൂട്ടുമ്മ ജനങ്ങളെ ജീവൻ രക്ഷിച്ചിട്ട് ഇങ്ങനെ നടക്കുക, കുരങ്ങനെ പോലെ തെങ്ങ് കയറുക. ഒരുത്തം പറഞ്ഞെന്താ പറയുക, എനിക്കൊരു വാലിൻ്റെ കുറവുണ്ട് കാരണം. അത് ആളെ പേര് പറഞ്ഞില്ല. കാരണം ശരിയാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ കുരങ്ങനാണ്. എൻ്റെ കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്. അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്ത് പറഞ്ഞാലും എനിക്ക് പൊരുത്താണ്. ആ ഓരോ ഇതിന് വേണ്ടി പറഞ്ഞല്ല. പക്ഷേ ഓരോ വാക്കും ഞാൻ ഓരോ ചരിത്രങ്ങൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വരികൾ ഞാൻ എടുക്കുന്നുണ്ട്. ലഗ്നപ്പത്തിന് ഇളഞ്ഞ ആൾ വന്ന് ഇത് അങ്ങനെ ഒരു കഥ പോലോ. കസ്റ്റമർ വരുമ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ മനസ്സിൽ കൊണ്ടടക്കുക, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടൊന്നുമല്ല. ഞാൻ അതിങ്ങനെ ക്യാമറ ചാലുവാക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആൾക്കാർ ഞാൻ കമൻറ്റിൽ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ വല്ല പ്രസംഗം നടത്തുന്നവൻ്റെ കയ്യിൽ മൊബൈൽ ഇട്ടി അങ്ങനെ പറഞ്ഞു. മാലുവിന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഓർമ്മ. എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഹൃദയം വേദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. അത് ഞാൻ ഇത് യൂട്യൂബിൽ പറയാനായിട്ട് വന്നത് ആളല്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ട് നാളെ ലോകത്തോട് വിട പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് ഒന്ന് കടന്ന് ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഹൃദയത്തെ വല്ലാതെ വേപ്പെട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വാലിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. സ്വന്തം കൂടപ്പുറപ്പാണ്. ഉമ്മയുടെ എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. അത് പറയാൻ പാടില്ല. ആ ജ്യേഷ്ഠൻ ചിന്തിക്കണമല്ലോ, ഒരു അനിയനല്ലേ. കണ്ണത്ത രാജ്യത്ത് പോയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ആൾ വീഡിയോ എടുത്ത് വിടുമ്പോഴേ ഓൻ്റെ ഓൻ്റെ കൊതുക് കടിച്ചിട്ടും ഉറുമ്പ് കടിച്ചിട്ടും കടന്നൽ വെച്ച് മാതി പൊളിക്കണതും. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ കുരങ്ങനെ പോലെ കയറുകയാണ്. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് വാലിൻ്റെ വാലുണ്ട്. എനിക്ക് വാലില്ല എന്നല്ല, കുരങ്ങൻ്റെ വാല് ഞാൻ അതോടെ വെച്ച് ലൈവായിട്ട് നിർത്തട്ടെ. എനിക്ക് വാലുണ്ട്. എൻ്റെ വാല് ആരും കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ ഇങ്ങനെ വിടാതെ കാണിക്കണ്ടല്ലോ. അതൊന്നും എൻ്റെ വാലല്ലേ. ഏത് വാല്? ഇവിടെ അങ്ങനെ ഞാനിവിടെ ഒരു കുളത്തിട്ടിട്ട് ഒരു കയറിട്ടിട്ട് ആ കയറ് അങ്ങേയറ്റം ഞാൻ ഏത് അങ്ങേയറ്റം പോകണം അതുവരെ ആ വാലിൻ്റെ നീളം ഇങ്ങനെ നിങ്ങൾ കാണില്ലേ. എന്നിട്ട് ആ വാലിമത്തന്നെ ഞാൻ കെട്ടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കണതാണ്. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള ആളാണ് പറഞ്ഞത് എനിക്കൊരു വാലിൻ്റെ കുറവുണ്ടെന്ന്. പറയാൻ പാടില്ല. വളരെ തെറ്റാണ്. അത് എൻ്റെ സ്ഥാനത്ത് എൻ്റെ കുടുംബത്തിലുള്ള ഏതൊരു മൂത്താപ്പട മോനാലും എളിമാട മോനാലും കുഞ്ഞുമാട മോനാലും ആ മനുഷ്യൻ പണിയെടുക്കുമ്പോൾ ആ വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് വേദനിക്കണം. കാരണം എന്താണ്, ഞങ്ങളെ രക്തത്തിൻ്റെ ആ പാവണത്തിന് ഇടങ്ങുന്നതാ ഇളഞ്ഞ ആളും. എന്താ പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞൊന്നും ഇനി ഓർമ്മ ഉണ്ടാവില്ല. അത് ആൾക്കാർ പല ഈ പറഞ്ഞതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലെ. ഈ കസ്റ്റമർ വരുമ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമോ ചെന്നറിയില്ല. എനിക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ കാണണ്ട. സത്യം വരച്ചാൽ ഞാൻ ഉള്ളത് ഇങ്ങനെ പറഞ്ഞു നടക്കണ ഒരാളാണ്.
അങ്ങനെ ഓനുണ്ട് കപ്പത്തിന് കസ്റ്റമർ വന്ന് മാറുന്നു. ഇതാണ് ഈ പറഞ്ഞത് പിന്നെയും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കും അത് പോട്ടെ. അപ്പം ഞാനിവിടെ കച്ചവടം ചെയ്യാൻ ഈ റൂം എടുത്തത് എന്തിനാണ്? ഇതേമാതിരി പണി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങാനും പിടിക്കാനോ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇറങ്ങി കച്ചവടം ചെയ്യാനുള്ള സ്വപ്നം കണ്ട് എടുത്തതല്ല. അത് എൻ്റെ ചരക്കാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഏത് വായിക്കും എവിടെയൊക്കെ 4-5 കട ഉണ്ട്. അത് ഞാൻ കട നടത്തുന്ന ആൾക്കാരുടെ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ നടത്തിക്കോളി, നിങ്ങൾ പുറത്തുള്ള ആളെയും പഠിച്ചോളി, കച്ചവടം ചെയ്തു, നിങ്ങളെ വേദനിപ്പിക്കൂല. പക്ഷെ ഞാൻ ചരക്കേറ്റ് വരുന്ന സമയത്ത് എൻ്റെ അളന്നതിന് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ കടാണ്ട് തിരിച്ചെന്നാളെന്ന് പറഞ്ഞു അവ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എൻ്റെ കടയിൽ തന്നെ ഞാൻ പെട്ടെന്ന് കൊടുത്തിട്ട് ഞാനൊന്നുകൊണ്ട് കടയിൽ ഇരുന്നാൽ തന്നെ ആൾക്കാർ വരും. ആ ഒരു വട്ടം ഒരാളെ കയ്യിൽ കൊണ്ട് മുതൽ കൊടുത്താൽ ഞാനൊന്ന് സംസാരിച്ചാൽ എൻ്റെ സംസാരത്തിൽ കൂടെ വീണ്ടും വരാൻ തോന്നും. അതാ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അത് വേറൊരു വകുപ്പ് വേറെ. അല്ലാതെ ഞാൻ ഇവിടെ കിടന്നോ ഇളനീ കൊടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് റൂം എടുത്തതാണ്, അല്ലാതെ ഇവിടെ കച്ചവടം ചെയ്യാൻ എടുത്തില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കച്ചവടം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ ഒരു പണിക്കാരൻ നിർത്തിയിട്ട് ശമ്പളം കഴിയും പണിക്കൊട്ടില്ലേ. എൻ്റെ ഇളനീനാട് വേറെ സ്ഥലത്തേക്കാണ് കൊണ്ടിട്ട് കൊടുത്താൽ എൻ്റെ 4-5 കടലിൽ കണ്ടിട്ട് കൊടുത്താൽ ഞാൻ പിന്നെ എന്താ വെച്ചാൽ പണി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം. അതൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങണ റൂമാണ്. ഇവിടെ കിടന്ന് ഉറങ്ങി എനിക്ക് ഉറക്കം കിട്ടില്ല. കാരണം മേലും കൈയൊക്കെ വേനിച്ച് വരുന്നതാണ്. ഈ ഒച്ചപ്പാടും ചണ്ടോട്ടണ പരിപാടിയൊന്നും എനിക്ക് പറ്റൂല. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു ആടിൻ്റെ കൂട് കിട്ടിയാലും മതി, ഇതേമാതിരി ഒരു കൂട് കിട്ടിയാൽ മതി. എനിക്ക് സ്വർഗം കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എനിക്കെന്താ എൻ്റെ പണി കഴിഞ്ഞാൽ കുറച്ചേരം കിടന്ന് ഉറക്കണം സ്വസ്ഥതായിട്ട്. ഒച്ചും പാടൊന്നും പാടില്ല. മനസ്സിന് സമാധാനമാണ്. ഹൃദയം വേദനിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടൂല. ആരെങ്കിലും നിങ്ങൾ വേണ്ടാത്ത കമൻറ്റ് ചെയ്തേക്കാണ്, നിങ്ങൾക്ക് വേണ്ടത് എന്നെ പറ്റി കമൻറ്റ് ചെയ്തേക്കാണ്. എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടല്ലോ. ആ ഇൻ്റർനെറ്റ് ഞാൻ എപ്പോഴും അന്നേരം ആ ഇൻ്റർനെറ്റിൽ കൂടെ വരികയാണ്. ഞാൻ എന്തോ വിട്ടപ്പോൾ ആരോ അത് ആ ഇൻ്റർനെറ്റിൽ കൂടെ എൻ്റെ മൊബൈൽ വന്ന് എടുക്കുന്നുണ്ടാവും. ഞാനത് വായിക്കുകയാണ്. എന്നെ വേദനിപ്പിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വേണ്ടാത്തൊന്നും ഇതൊക്കെ പറഞ്ഞ അതിൽ ആൾ ഞാൻ പറഞ്ഞ ഒരു ഒന്നിൽ നിന്നിട്ട് ഒരുപാട് അർത്ഥം ഉണ്ടല്ലോ. ഒരു കമൻറ്റ് വിട്ട് 1000 കമൻറ്റ് വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഒന്നിൽ നിന്നിട്ട് ഒരുപാട് അർത്ഥം ഉണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുകയാണ്. വായിക്കുമ്പോൾ എന്തോ ഒരു വിഷമമുള്ള എന്തോ ഒരു വരി കണ്ടപ്പോൾ നമ്മൾ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് എന്തൊക്കെ ചിന്തിച്ചിട്ട് നമ്മളാണ്ട് എന്തെങ്കിലും നമ്മളൊന്നുകൊണ്ട് എഴുതി വിടുക എന്തെങ്കിലും വിട്ടാൽ മതി. എന്തെങ്കിലും ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഓൻ്റെ മൊബൈൽ ഇൻ്റർനെറ്റ് വഴി കൂടെ ഈ 7 ആഗസ്റ്റിൻ്റെ മോളോ എത്ര ആഗസ്റ്റിൻ്റെ മോളാണോ ഇൻ്റർനെറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടായി അതിൽ ഈ സാധനമായിട്ട് പോകും. എന്നിട്ട് ഓൻ്റെ മൊബൈൽ വന്ന് എടുക്കുന്നുണ്ടാവും. കാരണം ഓനല്ല ഇപ്പോൾ ഈ വേണ്ടാത്ത എനിക്ക് വിട്ടിക്കണത്. അപ്പോൾ ഞാനത് തിരിച്ച് ഓനക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഓനവിടെ തുറന്നാണ്ടല്ലോ എൻ്റെ ഈ ആത്മാവുണ്ടല്ലോ, ഈ ഹൃദയം ജീവിച്ചിരിക്കുന്ന ആത്മാവ്, അത് ഓട്ടോമാറ്റിക്കാണ് ഓൻ്റെ ഹൃദയത്തിൽ കണ്ട് കിടക്കും. ചിലപ്പോൾ ഓനങ്ങോട്ട് തരം താവും. ചിലപ്പോൾ ഓൻ മാറി ഒരു പല രോഗങ്ങളും അവൻ്റെ ശരീരത്തിൽ കടന്നു വന്നിട്ട് ഓൻ വലിയ കോടീശ്വരനാക്കാറ്, ഭയങ്കര പൈസക്കാരനാക്കാറ്. അതാ രസം. കാരണം നമ്മളെ വലിയ പണക്കാരനായ കാരണം ഓനക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നലുണ്ട്. പക്ഷെ പണത്തിൻ്റെ മീതൊന്നും നിങ്ങൾ അഹങ്കരിക്കേണ്ട കേട്ടോ. പടച്ചോൻ വിചാരിച്ച പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നുണ്ട്, താങ്ങാൻ പറ്റാതെ. അത് പൈസ കൊണ്ട് മാറൂല. ഡോക്ടർമാർക്കും കൂടി കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ രോഗം ശരീരത്തിലുണ്ടാവും. നിങ്ങൾ വേണ്ടാത്ത ഒരു മനുഷ്യനെ പറ്റിയൊന്നും വേണ്ടാത്ത എഴുതി വിടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദുമാരെ, പള്ളിയിലെ അച്ഛന്മാരെ, സ്വാമിമാരെ, ഇവരൊന്നും നിങ്ങൾ വേണ്ടാത്ത അവരെന്തൊക്കെയോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എന്തോ പറഞ്ഞു പോയാൽ അത് അള്ളാഹിൻ്റെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ എവിടെ, കലാമിലെ എവിടെ, എന്താണ് ചെയ്യാത്തത് പറഞ്ഞിട്ടുണ്ടായി. എന്തിനാണ് ആ മനുഷ്യൻ തങ്ങളോട് കള്ളുപിടിക്കാൻ പറഞ്ഞ, കഞ്ചാവ് വലിക്കാൻ പറഞ്ഞ, വേണ്ടാത്തത് പറഞ്ഞ അല്ലല്ലോ. നബി എന്തോ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതുമായിട്ട് പറഞ്ഞ് അതിൽക്കൂടെ അയാളുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അയാളെ മനസ്സിൽ വന്ന കാര്യം കൂടി പറഞ്ഞ് അത് നല്ല കാര്യമല്ല അയാൾ പറഞ്ഞത്. നബിക്ക് അറിവ് എങ്ങനെ കിട്ടി? മലക്കൾ വന്ന് ചിന്ത കൊടുത്തതാണത്. എന്താണ് ഞാൻ ഇപ്പോഴും പറയുന്നത്? എന്താണ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരിക? ഒന്നും അറിയാത്ത നബിക്ക് ഞാൻ എപ്പോഴും ചോദിക്കേണ്ട അള്ളാഹുവിൻ്റെ റസൂലിനോട്, എവിടുന്നാണ് റസൂൽ നിങ്ങൾക്ക് ഇത്ര അറിവുകൾ കിട്ടി? ആരാണ് നിങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്? ഏത് മലക്കാണ് നിങ്ങൾ അറിയുന്നത്? ഒന്ന് പറഞ്ഞു തായോ എന്ന് എപ്പോഴും ചോദിക്കാൻ ചോദ്യമാണ്. കാണാൻ ആഗ്രഹം കൊണ്ടുണ്ട്, കേൾക്കാൻ കൊതി കൊണ്ടാണ് റസൂലെ, നിങ്ങളെ കാണാൻ ആഗ്രഹം കൊണ്ടാണ്. ഇത്രയും ഒന്നും അറിയാത്ത നബി റോട്ടുമ്പോൾ അലിഞ്ഞിരിഞ്ഞ് നടന്നിട്ട് നബിക്ക് ഇത്രയും അല്ല നബിനെ നിന്ന് കോടാനെക്കൂടി ജനങ്ങൾ പിൻപറ്റി ജീവിക്കണേ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുകയാണ് കാണുങ്ങളെ. ഒന്നും അറിയാം എന്നെ പോലെ ഞാൻ ഇതേപോലെ അലിഞ്ഞിരിഞ്ഞ് ഞാൻ എപ്പോഴും നല്ല പെണ്ണിട്ട് നടക്കുകയില്ല. ഞാൻ ഇടയിലൊക്കെ ഉണ്ട്. നാട്ടിൽ പോയി എൻ്റെ അവിടെ സ്വർഗ്ഗമുണ്ട് ഒരു മാസത്തിൽ. ആ സ്വർഗ്ഗം കണ്ടാൽ പിന്നെ നിരക്കാം ഭൂമിയിൽ. ആ നിരകത്തിൽ കൂടെ ഞാൻ ഈ കോലത്തിൽ കൂടെ നടക്കുകയാണ്. അപ്പം നബിയോട് ചോദിക്കണ ചില ചോദ്യങ്ങളുണ്ട്, ആരാണെന്ന്. അപ്പം നമ്മൾ ആ നബിൻ്റെ ദേഹത്തേക്ക് കടന്നു വന്ന മലക്കുകൾ നമ്മളെ ശരീരത്തിലൊക്കെ നമുക്ക് തുമ്പിക്കൈ തന്നിട്ടില്ല. ആനെപ്പോലെ തുമ്പിക്കൈ വേറെ, നബിക്ക് വേറെ ഒന്നും നമുക്കല്ല. നബി നമ്മളെ ഒരു സാധാരണ ഒരു ഉമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ പറഞ്ഞ കൂടെ നബിയാണ്. ആ നബി ഇത്രയും നബിക്ക് അറിവുകൾ കിട്ടുമ്പോൾ ഓരോ മലക്കുകൾ വരികയാണ്. ഇപ്പം ഞാൻ നബി തന്നെ നമ്മൾ ഖുർആനിൽ നമ്മളൊരു അറിയാം, നമുക്ക് നബിക്ക് ഒന്നറിയാം. നബി കുട്ടിയായി വരുന്ന സമയത്ത് നബി ഇങ്ങനെ ആക്കി. നബിക്ക് അറിയണില്ല എന്താ. നബി ഇങ്ങനെ സാധാരണ കൈയോട് ഇങ്ങനെ ആക്കുമ്പോൾ അർത്ഥമുണ്ട്. അത് നേരം ഇങ്ങനെ ആക്കിയാലും അർത്ഥമുണ്ട്, ഇങ്ങനെ ആക്കിയാലും അർത്ഥമുണ്ട്. കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കിയാലും അർത്ഥമുണ്ട്, എങ്ങനെ ആക്കിയാലും അറബിൽ അർത്ഥമുണ്ട്. ഇങ്ങനെ ആക്കിയ എന്താണ്? ഇങ്ങനെ ആക്കിയെന്താ അലിഫ്. ആ നബി ഇങ്ങനെ ആക്കി, ആ കൈയോട്ട് നിന്ന് ഇങ്ങനെ ആക്കി അത് ഊ ആയി മാറി.
കണ്ണോട് ഇങ്ങനെ ആക്കി ഇതൊക്കെ ഒരു അപ്പോൾ അതിനൊക്കെ അർത്ഥം. അപ്പം മലക്കൾ ചോദിക്കണ്ടാവും നബിനോട്, എന്താണ് മോനെ നീ ഇങ്ങനെ ആക്കിയത്, എന്താണ് മോനെ നീ ഇങ്ങനെ ആക്കിയത്, അതിനും അർത്ഥമുണ്ട്, ഇങ്ങനെ ആക്കുന്നതിനും അർത്ഥമുണ്ട്, ഇങ്ങനെ ആക്കിയാലും അർത്ഥമുണ്ട്, ഇങ്ങനെ ആക്കിയാലും അർത്ഥമുണ്ട്. ഓക്കെ, അപ്പം അതിനൊക്കെ നബിക്ക് അറിവുകൾ കൊടുത്തിട്ടുണ്ടാവും, അർത്ഥം കൊടുത്ത്. ആ അർത്ഥമാണ് ഇപ്പോൾ ഖുർആനിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരെ ഉസ്താദുമാരായാലും പള്ളി പിന്നെ ഏതെങ്കിലും ഉസ്താദുമാരായാലും മറ്റവരായാലും പറഞ്ഞോട്ടെ, നല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്ന് വിമർശിക്കരുത്. കാരണം നിങ്ങൾക്ക് ആ ഉസ്താദിൻ്റെ മനസ്സിലുള്ളത് നല്ല കാര്യങ്ങളൊക്കെ അതും പറയാം, അതിനും പിൻപറ്റി ജീവിക്കാം. അല്ലാതെ വേണ്ടാത്തതിൽ കൊണ്ടിട്ട് ഒരു മുസ്ലിമാനെ വെടിച്ചു കൊല്ലാണ്, ഹിന്ദുവിനെ വെടിവെച്ച് കൊല്ലാണെന്ന് ഉസ്താദ് പറയണില്ലല്ലോ, ഒരു സ്വാമി പറയണ്ട. നിങ്ങൾ പോയിട്ട് ഒരു മുസ്ലിമാനെ വെടിവെച്ച് കൊല്ലി മറ്റേ ഇവിടെ അതാ വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇതേമാതിരി ഇനിയും അല്ല ഇവിടെ കച്ചറ എടുക്കാൻ വേണ്ടി വണ്ടി ഇവിടെ ആകെ റോഡ് ബ്ലോക്ക് ആയിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരും ഞാൻ എല്ലാവരുടെ പ്രസംഗം കേൾക്കലുണ്ട്. ഞാൻ ഈ വേണ്ടാത്ത തൊള്ളത്തോളം തോന്നിയ ആവശ്യമൊന്നും ഞാൻ കാണലില്ല, അങ്ങനൊന്നും ഞാൻ കാണില്ല. ഞാൻ ഓരോ ജീവിതത്തിലെ ഓരോ മനുഷ്യന്മാരെ നല്ല ഉസ്താദന്മാരെ പ്രസംഗം കേൾക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞു, നല്ല ഉസ്താദുമാർ. ഈ ഉസ്താദുമാർ തമ്മിൽ തലമുറയില്ല, മറ്റവനെ കൊല്ലാണ്, മറ്റവനെ വെടിയക്കാരില്ലെങ്കിൽ മറ്റേ ഈ വേണ്ടാത്തൊക്കെ പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ഞാൻ ആ ഉസ്താദിനെ പിന്നെ പ്രസംഗം കേൾക്കാൻ നിൽക്കില്ല. എല്ലാവരുമായി ചേർത്ത് പിടിക്കാനുള്ള വാക്കുകളും നല്ല ആ ഉസ്താദിൻ്റെ വാക്കിൽ നിന്നിട്ടും ഉസ്താദിൻ്റെ കണ്ണിൽ നിന്നിട്ടും മൂക്കിൽ നിന്നിട്ടൊക്കെ നമുക്കിങ്ങനെ കാണാം. ആ ഉസ്താദ് യഥാർത്ഥ എഴുതത്തിൻ്റെ വരികളാണ് ആ പറയണമെന്നുള്ളത്. ഞാൻ അതിൻ്റെ ആളാണ്. അത് ഞാൻ വേണ്ടാത്ത കമൻറ്റുകളൊന്നും ഞാൻ എഴുതാൻ നിൽക്കലില്ല, അത് എഴുതാൻ പാടില്ല. അത് എഴുതിയ ആളെ മനസ്സിലേക്ക് കടന്നാൽ അത് നല്ലൊരു മനുഷ്യനാകാരം, അതുള്ളത് പറഞ്ഞ കാര്യം. അയാൾ അവിടുന്ന് വിഷമിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ഒന്നായിട്ട് വിട്ടാൽ അത് ചിലപ്പോൾ ഞാൻ ഇവിടെ തുറന്നു നോക്കി എൻ്റെ ഹൃദയത്തിൽ കണ്ട് കിടക്കും, ഞാൻ അതോടൊക്കെ നശിക്കും. അപ്പം ഞാൻ എൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ പറയും, എന്താണോ എനിക്ക് എന്തൊക്കെ വന്ന് പെട്ടിക്കണമെന്ന്, എന്താണ് ഞാൻ വേണ്ടാത്തവിടുന്നൊക്കെ ചെയ്ത് കൂട്ടിയിട്ടേ നമ്മൾ കണ്ടോളി. നമ്മൾ വേണ്ടതൊന്നും എഴുതണ്ട, അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ ഇന്ത്യകളൊക്കെ നിങ്ങളും എഴുതി വിട്ടെന്നാൽ വേണ്ടാത്തൊന്നും എഴുതി വിടാൻ നിൽക്കണ്ട. അതുപോലെ കുറ്റിപ്പുറം ഇതൊരു പെണ്ണുണ്ട്, ആണും പെണ്ണും കെട്ടാ സാധനം. അതിനെപ്പറ്റി അതിനും കുറേ ആൾക്കാർ ഇതൊക്കെ അതിൻ്റെ ചരിത്രം പിന്നെ പറഞ്ഞുതരാം. ആണും പെണ്ണും കെട്ട ആൾക്കാരുണ്ടല്ലോ, ഇച്ചിടാന്ന് പറയും ഇവിടെ ബോംബെയിൽ. അപ്പോൾ ആ സ്ത്രീനെ പറ്റിയൊക്കെ ഒന്ന് അങ്ങനത്തെ ആ മനുഷ്യന്മാരെ പറ്റിയിട്ട് അറിയാത്തവരിങ്ങനെ പലതും എഴുതി വിടും. എന്നിട്ട് അങ്ങനത്തെ പെണ്ണിനെ പറ്റി കുറ്റിപ്പുറമുള്ളൊരു ഇതൊരു പെണ്ണുണ്ട്, അതിനെങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടേക്ക് ഭൂമിയിൽ കുറേ മനുഷ്യന്മാരുണ്ടാവും, പലതും നിങ്ങളെ കാട്ടിക്കൂട്ട് കണ്ടിട്ട് കാണുന്നവരുണ്ടാവും. അവരൊക്കെ ഇനി ഞാനാരാന്ന് നിൽക്കുക അറിയണില്ല. അങ്ങനെ ഞാൻ റബ്ബിനോട് ചോദിച്ചു, എല്ലാവരും അതെ നമ്മളെ ഹൃദയത്തിൽ ആരെ കടന്നു വരുന്നതെന്ന് നമുക്കറിയാം. നമ്മളിങ്ങനെ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ ശ്വാസം വിടണം, ഈ മൂക്കിൽ കൂടെ ഇങ്ങനെ കുറേ സംഭവം കയറി വരുന്നുണ്ട്, ആ ഹൃദയത്തിൽ കൂടെ പോകുന്നുണ്ട്. നല്ല ചെയ്താൽ നമുക്ക് പടച്ചോനെ ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തരും. ഞാൻ പറഞ്ഞു ഒന്നുമില്ലാതെ കടന്നു വന്ന ഒരാളാണ് ഞാൻ പറയാൻ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളാരും എന്നെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്നല്ല, ഞാൻ മൊയ്യരല്ല, ഉസ്താദല്ല, ഒന്നല്ല. ഞാൻ വേറെ ഒരു ഇതിൽ കൂടെ കൊടുക്കാം. ഞാൻ കറിയും പാകിയും വെച്ചിട്ട് ഒരാളെ ഹൃദയത്തിൽ മെമ്പർ സ്റ്റോർ ചെയ്യില്ല, എല്ലാം തുറന്ന് പറയാം. ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞില്ല, ഇപ്പം എൻ്റെ മനസ്സിലെന്തോ പോയി, ഇനിയിപ്പോൾ ഇവിടെ കടയിലിരിക്കുമ്പോൾ സമാധാനം ഉണ്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും വേദനിപ്പിക്കണ്ട, ഒരു മനുഷ്യന്മാരും വേദനിപ്പിക്കാൻ നിൽക്കണ്ട. പറയാൻ തന്നെ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിർത്താൻ. ഇനി ആരൊക്കെ എത്ര ആൾക്കാരെ കാണാൻ, നിങ്ങൾ വേണ്ടാത്ത എഴുതച്ചേണ്ട എഴുതി വിട്ടോളി, ആരും വേദനിപ്പിക്കണ്ട. ഈ ഭൂമിയിൽ അതിനത്രയും ജീവിക്കാൻ ആയുസില്ല. ഞാനിപ്പോഴത്തെ പ്രസംഗിക്കുന്നത് ഇപ്പം എൻ്റെ റൂഹാണ്ട് പോകും, കഴിഞ്ഞില്ലേ. പിന്നെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോയാൽ അവിടെ ചോദ്യം ഒരുപാട് വരും. ഒന്നിൽ നിന്നിട്ട് ഒരുപാട് അർത്ഥം ഉണ്ടെന്ന് നബി ഒന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥം ഉണ്ടാവും. വഴിയിലൊരു മുള്ളുണ്ടെങ്കിൽ നബി വഴിയിലൊരു മുള്ളുണ്ടെങ്കിൽ എടുത്തിടാനാണ് പറഞ്ഞത്. അത് മാത്രം എടുത്തിട്ടാണ് ചെല്ലാൻ നിൽക്കണ്ട. നമ്മൾ ചേർക്കേണ്ട അവിടെ ചെന്ന് ഇറച്ചും പാത്രയും കിട്ടും. എൻ്റെ യൂട്യൂബിലുള്ള എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയണ്ടേ. ഇവിടെ വാച്ച്മാന്മാരുണ്ട് കേട്ടോ, ഇവിടെ സെക്യൂരിറ്റി ഇതാ. ഈ വാച്ച്മാൻ कैसे വാച്ച്മാൻ ഭായി मैं आपसे एक बात पूछना चाहता है सर मैं आपसे एक बात पूछना चाहता है. ഒരു കാര്യം ഞാൻ ഇയാളോട് ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ കച്ചവടം ഇവിടെ 2 കട ഉണ്ടായിരുന്നു, ഇളനീക്കാടിയും പീടിക്കാടിയും. അത് ഇനി സത്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഞാൻ എന്തൊക്കെ വിടയിൽ പറയാന്നുള്ളത്. ഇവരെ അടുത്താണ് കട കൊണ്ടിട്ട് ഒന്ന് ചോദിക്കാൻ എന്തിനും ചോദിച്ചേക്കാം. मेरा दुकान किधर था पहला? सामने ही था ना? क्या कौन सा दुकान था मेरा जो ऐसे ही पता? आपका वो नारियल का था, हाँ, और अपना बीड़ी सिगरेट का, चॉकलेट का, बिस्किट का. हाँ, कोरोना का पहला था ना मेरा दुकान. मेरा दुकान कैसा चल रहा था? अच्छा था ना? मेरा दुकान पहला किधर था? उधर था ना? उधर से इधर किया ना? അങ്ങനെയാണ് ഞാൻ 2 കട ഇവിടെ കൊടുത്തിട്ടത്. कितना इधर मेरा कभी पुलिस वाला पकड़ के लेके जाता तो मेरा एक फोन करने में उन लोग छोड़ता ही कि नहीं? छोड़ देते. पटक से मेरा एक फोन आएगा तो ഇവിടുത്തെ പോലീസുകാർ വിടാതെ പിടിച്ചോണ്ട് വരുന്നത്. നമ്മളെ മുത്തുവിനെ, എൻ്റെ അളിയൻ ഭാര്യയുടെ മൂത്ത ആങ്ങള ജമാലളിയനെ. അപ്പം ജമാലളിയൻ ബീഡിക്കട നിർത്തി നമ്മളെ ഈ മുത്തു करके एक लड़का था ना, नारियल का धंधा चला था. മുത്തു അങ്ങനെ പോലീസുകാർ പിടിച്ചോണ്ടുപോകും.
मैं एक फ़ोन करेगा तो एक झटका में सब लोग छोड़ता था। ऐसा सब अच्छा था मेरा, सब लोग का काम करता था मैंने BMC में പോലീസ് में അവരൊക്കെ സെക്ഷനിൽ തെങ്ങ് കയറുന്ന കാലത്ത് അങ്ങനെ ഞാൻ അവരെ ആ ബന്ധത്തിന് മീതെ കട കൊടുത്തിട്ടതേനു. കൊറോണ വന്നപ്പോൾ പിന്നെ അതോടെ नष्टाई यही मैं बोल रहा नहीं तो झूठ बोला उन लोग को सब झूठ लगता था। नहीं सही बात है। सही है ना। और मैं कितना साल हो गया इधर, बहुत साल हो गया ना। आज तक मैं कभी ऐसा कुछ मेरा ऊपर कुछ नहीं, मैंने ना रहा है कुछ झूठ बोलने का बात कभी करता ही क्या। ഞാൻ നോണ പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പോരും. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഒരു തമാശയായി തോന്നും. താങ്ക് യു. ചേട്ടാ അച്ഛൻ നമ്മളെ പണി തുടങ്ങട്ടെ. അവിടെ സംശയമൊക്കെ കാത്തിട്ടുണ്ട് ഈ മൈതാനത്ത്. ഇപ്പോൾ ഈ മഴ കാരണം ഇതൊക്കെ അടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അവിടെ നല്ല കച്ചവടം നടക്കും. ഭയങ്കര കണ്ടമാനം ജനങ്ങളോട് വരണതാണ്, എവിടെ നിന്നാണോ വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ്. അങ്ങനെ കട കൊടുത്തിട്ടതാണ്. പക്ഷേ 3-4 മാസം വരെ ഒരു കച്ചവടം ഉണ്ടാവില്ല, ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പൂട്ടി കിടക്കുന്നുണ്ടാവും. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സ്ഥലം അവിടെയാണ്. അതൊക്കെ ഇതുവരെ ജീവിതത്തിൽ കൂടെ പലതും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തെങ്ങ് കയറുമ്പോൾ മനസ്സിൽ വിഷമം വരുമ്പോൾ ഓരോന്നൊരു പറയും, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഉള്ള സംഭവങ്ങളെ പറയും, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ അരം കൊള്ളിക്കൂല. എൻ്റെ കട ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആ കട ഉണ്ടായിരുന്നേ, ഇളനീക്കടയും പീടിക്കട. ആ भाई भाई, अरे मेरा ये यूट्यूब चैनल था पहले, मेरा दुकान किधर था? इधर किधर दिखा दो, किधर था? क्या क्या दुकान था? नारियल का बीड़ी, नारियल का था और बीड़ी था। हाँ, और पुलिस वाला कितना बार पकड़ेगा तो मेरे को छोड़ता ही नहीं। छोड़ता है ना। एक फोन करेगा तो एक झटका में आप लोग को तो मेरा मार पर जानता है, बराबर है ना। इधर से सबको पकड़ के लेके जाएगा और मेरा आदमी को भी पकड़ के गाड़ी में डालेगा, तो मैंने एक कॉल करेगा तो जगह में रास्ते में छोड़ देता और आप लोग को सब अंदर लेके जाता था। सही है कि मैं जो सही बात। हाँ भाई, सही बात। അതൊക്കെ ഉള്ള സംഭവമാണ്. ഇല്ലാത്തത് मेरा यूट्यूब चैनल है. उन लोग को क्या लगता है बोल मैं साला बड़ा बड़ा बोल बच्चा मारता है करके. भाई कभी झूठ बोलता है क्या? झूठ बोलता है क्या? हाँ. फिर मेरा दुकान आगे गया. आ गया मेरा ये देखो, ऐसा मेरा दोस्त है का अभी क्या उधर चर्चगेट में डाला. वो चर्चगेट में एक दुकान है, एक इधर ही है. हाँ, तो किल्ला संभव इല്ലാത്തത് പറയില്ല. मैं झूठ नहीं बोलता ना भाई कभी भी. आपको दिल अलग है ना भाई। बताओ मेरा दिल, आपका दिल अलग है दोस्त है ना. मैं किसको तकलीफ दिया है? नहीं कीजिएगा। और इधर मुत्तू करके था नारियल वाला अपना लड़का. और जब हमारा साड़ा था ഇതൊക്കെ ഉള്ള സംഭവം. ഇല്ലാത്തത് പറഞ്ഞിട്ട് ഒരാളെ പക്ഷെ വിഷമം വരുമ്പോൾ ഞാൻ പലതും പറയും. എൻ്റെ ഡയലോഗ് കേൾക്കുമ്പോൾ ചേർക്കുണ്ടാവും ഇത് മമ്മൂട്ടിനെ കാട്ടി സാറിനെ ചേട്ടാ. അതൊക്കെ ഉള്ള സംഭവം. ഇതാണൊക്കെ ഇവിടെയാണ് എൻ്റെ കട ഉണ്ടായിരുന്നത്. ഇളനീക്കട, ബീഡിക്കട. അതൊക്കെ അങ്ങനെയൊക്കെ ജീവിതത്തിലൂടെ പലതും കടന്നു പോയിട്ടുണ്ട്. 40 കൊല്ലം കൊണ്ട് എന്തെല്ലാം കഷ്ടപ്പാട് ചെയ്തതാണെന്നറിയാം. ഇനി ഒരുപാട് ജീവിതത്തിൽ കൂടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അല്ല ഞാൻ ഇവിടെ വെക്കട്ടെ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടെ. ഞാനുള്ള വിഷമം വരുമ്പോൾ ഓരോന്ന് പറഞ്ഞാൽ തെങ്ങ് കയറുമ്പോൾ ഉറുമ്പൊക്കെ കടിക്കുമ്പോൾ. എന്നാൽ ശരി കേട്ടോ. ഒരുപാട് നീണ്ടു പോയി വീഡിയോ. സംശയക്കട വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. ഏട്ടാ കാണി എൻ്റെ സാറോ കാണി പൈസ സാർ അല്ലേ. ഇവരൊക്കെ ഇവിടെ ഉള്ള ഓഫീസർമാരാണ്. ആ ഇത് നമ്മളെ മുനിസിപ്പാലിറ്റി പണിക്കാരനാണ്, മുക്കദമാണ്. मंत्रालय सारमारान है मेरे अल्लाह दो अच्छे से दोस्त. सर भाई कैसा है आपका साथ में? अच्छा ना मेरा नाम अडिल है. പോലീസുകാരൊക്കെ ഇവിടെയൊക്കെ എല്ലാവരും നല്ല ഓഫീസറാണ്. കഴിച്ചാൽ നാൽപ്പണി പിയോ ഇത് നമ്മളെ ഇവിടുത്തെ സെക്ഷനിലെ വണ്ടി വിളിച്ചപ്പോൾ വണ്ടിയായിട്ട് വന്നതാണ്. ഇപ്പം ഇന്ന് മന്ത്രാലയത്തിൽ 8-ാം തീയതി ഇതൊക്കെ എടുത്ത് വിടുകയാണ്. ഇതൊക്കെ ശരിക്കും കാണങ്ങളാണ്. ഇല്ലാതെ ഇല്ലാത്തത് പറയില്ല. ഇപ്പോൾ അവിടെ ഓല താണ്ടില്ല. അത് ആയിട്ട് വന്നാൽ അപ്പോൾ ഒരു കോൾ ചെയ്തപ്പോൾ ഇവർ വന്ന് ഞങ്ങളിപ്പോൾ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അന്ന് 1-ാം തീയതി വന്നതാണ്. വന്ന് നോക്കുമ്പോൾ എൻ്റെ പെങ്ങളെ മോൻ്റെ കാറാണ്. കണ്ടിട്ട് ഞങ്ങൾ ഈ കാറിലാണ് നമ്മൾ സംസുഖാൻ്റെ അടുത്ത് പോയത്. ഇവൻ്റെ ബുള്ളറ്റാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഞാൻ രാത്രി വിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബുള്ളറ്റ് കൊടുക്കണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിൻ്റെ വണ്ടിയാണ്. ആരിച്ച ഇജ് ബുള്ളറ്റ് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? ഓക്കെ അല്ലേ? ആ എന്നാ ആയിക്കോട്ടെ. എന്നമ്മ നമ്മൾ ഡോക്ടറെ അടുത്ത് പോട്ടെ. ഓൻ പോവുകയാണ്. എന്താ ആയിക്കോട്ടെ ആരിച്ച ഇജ് സാധാ ഞാൻ അമ്മാനെ ഡോക്ടറെ അടുത്ത് കാണിക്കണം കേട്ടാ. ഇജും വാ. ഇതെപ്പന്ന് വീണതാണ്. പാവം പെട്ടെന്ന് കയ്യതാ ലാസ്റ്റ് എടുത്തയക്കണേ. ഡോക്ടർക്ക് പോയിട്ട് വരികയാണ്. പെട്ടെന്ന് ഉണ്ടായത്. അന്നിപ്പോൾ ഉമ്മാനെ ഡോക്ടറെ കാണിച്ചിട്ട് പല്ല് ഡോക്ടറെ കാണിച്ച് തരുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ അവിടെ നിന്നിട്ട് വീണേ. കയ്യതാ അപ്പം കാണിച്ചിട്ടാ അല്ലേ. ഞങ്ങൾ ഉപ്പാക്ക്
ചായ ഇതൊക്കെ വാങ്ങി കൊടുക്കുകയാണ് ഇവിടുന്ന്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ മേടിക്കല്. ഇവിടെ ഈ കുറ്റിപ്പുറം ഹൈവേ റോഡിൻ്റെ അവിടെ നിന്ന് തിരിയില്ല എന്ന് കാണിച്ചു കൊടുത്താൽ. ഇവിടുത്തെ ചായയും കടിയൊക്കെയാണ് എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിർത്താൻ പറയും. അതുപോലെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇപ്പം എപ്പോഴും പറയും ഇത് ഇവിടെ നിർത്തിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇവിടെ ഇതിൻ്റെ പേരെന്താന്ന് വെക്കാക്ക ആ മൂപ്പര് വീഴും എൻ്റെ. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ഹോട്ടൽ. ഇവിടെ തൊട്ടടുത്തിട്ടാ ആ ഒരു കാണിച്ചിട്ടാ അങ്ങനെ എടുക്കട്ടാ. ഇപ്പോൾ 1-ാം തീയതി 1/7/2020 ഉണ്ടായതാണ്. പെട്ടെന്ന് വീണതാണ്. ഇപ്പോൾ കയ്യ് ഒന്ന് ഒടിച്ചതായതാണ്. ഇതാട്ടാ കടയുടെ പേര് സ്കൂറിൻ്റെ ചായക്കട. ഓക്കെ, മറക്കരുതിട്ടാ. ഇവിടെ വന്നിട്ട് നിങ്ങൾ നല്ല രസന ചായയും കാട്ടിയൊക്കെ എല്ലാം ഉണ്ട് ഇല്ലേ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. വൈകുന്നേരമൊക്കെ നല്ല കച്ചവടമാവണാണ്. എന്തായാലും ഞാൻ പണിയിട്ട് വന്നിക്ക പാവം. എന്താ ചെയ്യുക, ഒരാൾ വഴി തടയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസുക്ക രവേട്ടൻ വന്നിട്ടുണ്ട് കേട്ടാ. ഞങ്ങളിവിടെ കുറ്റിപ്പുറം രവേട്ടൻ വേറെ ഒരാവശ്യത്തിന് വേണ്ടി വന്നതന്ന് 1-ാം തീയതി. അങ്ങനെ എനിക്ക് വിളിച്ചപ്പോൾ ഞാനും ഇവിടെ കുറ്റിപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ രവേട്ടൻ പറഞ്ഞ് എന്നാ വെച്ചാൽ ഇവിടെ ഒക്കെ ഞാൻ വരാറ്. രവേട്ടൻ കുമ്പിടി പോയതാണ്. കുമ്പിടി പോയതാണ്. അപ്പോൾ അന്ന് 1/7/2025 എല്ലാവരും ഇന്നത്തെ ദിവസം വന്നിക്കണേ. ചാടിക്കാണ്. ഇപ്പം അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ വീട്ടിലേക്ക് അതിൽ പോകണം. ഞാൻ മൂപ്പർക്ക് സമയമില്ലായിരുന്നു. മൂപ്പർക്ക് രണ്ടാവരും തിരൂരിക്ക് പോകണം. അപ്പോൾ സംസാരിക്ക എല്ലാവരോടും നമ്മളെ യൂട്യൂബിലുള്ള മൂപ്പിലൊക്കെയാണ് പോകുമ്പോൾ എൻ്റെ ഞാൻ 2-ാം തീയതി പോവുകയാണ്. 2/7/2025. അപ്പോൾ ഞാൻ പോണ സമയത്ത് എൻ്റെ 2ാമത്തെ മോള് സ്കൂളിൽ പോവുക. ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഓള് ഓടി വന്നിട്ട് ഇപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പം പോകട്ടെ. എവിടെ ഓള് പോയാ മോൾട്ടിയ വായോ അവിടെ ഉണ്ട്. എൻ്റെ കുട്ടി ആദ്യം പോവാണ്. ഓള് ഓടി വന്നിട്ട് ഇപ്പം ഞാൻ പോകട്ടാണ്. അസ്സലാമു അലൈക്കും. രണ്ട് കവർത്തോട് നാട്ടിൽ. എന്നാ ഞാൻ അധികം എന്തായാലും എൻ്റെ കുട്ടി പോയിട്ട് വാ തൊണ്ണിയാ. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയുകയാണ്, ഞാനേ ഇന്ന് പോവാണിപ്പോൾ 2-ാം തീയതി 2/7/2025. ഞാൻ എൻ്റെ ഒരു സ്നേഹിതണ്ട് റസാഖ് ഭായിൻ്റെ വീട്. അവൻ ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. കാരണം അവൻ കുറേ ദിവസമായി മാനു എന്നെ വിളിക്കണം. ഞാൻ ഇപ്പോൾ വന്നിട്ട് 10-25 ദിവസമായില്ല. പെരുന്നാളിന് 4 ദിവസം 3 ദിവസം മുന്നേ വന്നതാണ്. ഓനും എൻ്റെ ഇവിടെ ഒരു തെങ്ങ് കയറുന്ന ആ മനുഷ്യനാണ്. അവിടെ ഉണ്ടല്ലെന്ന് വെച്ചാൽ ഒന്ന് വെല്ലടിച്ച് നോക്കട്ടെ. അപ്പം ഞാനിന്ന് പൂവണിക്ക് കുറച്ച് മല്ലിയും മുളകും പൊടിയും മേടിക്കണം. ഇവിടെ അപ്പുറത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കോഴി കച്ചവടം ഞാൻ കുഞ്ഞിട്ടിൻ്റെല്ലോ ഓൻ്റെ വീടിൻ്റെ പണിയാണ്. അപ്പോൾ ഓനോട് പറഞ്ഞു, മാനു ഇതൊന്ന് നമ്മളെ പറമ്പിൻ്റെ അവിടെ നമ്മളെ വീടിന് നമ്മളെ തർപ്പണി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊന്നാണ്ട് വരണട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും ശരിക്ക് വരാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി കാണാം. എന്തായാലും റസാഖ് ഭായിൻ്റെ വീടുണ്ട്. അവിടെ എന്താന്ന് നോക്കട്ടെ, ഒന്ന് വെല്ലടിച്ച് നോക്കട്ടെ. തഥാ റസാഖ് ഉണ്ട് അവിടെ. അസ്സലാമു അലൈക്കും. എന്നിട്ട് വാ എൻ്റെ പൊന്നാര മാണി. എന്താ എൻ്റെ പേരോ? ഞാനേ ചെറിയൊരു തിരക്ക്. ഇത് നമ്മളെ റസാഖ് ഭായി ആണ്. ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ഇത് റസാഖ് ഭായി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആളാ. ഇത് എൻ്റെ ഇങ്ങോട്ട് പേര് ഇവിടെ. വലൈക്കും സലാം. ഞാൻ പോവുന്നോ. എന്താ നിങ്ങളെ പേരോ? ഇതൊക്കെ നമ്മൾക്ക് ഈ കാക്കയുടെ പണി എന്താ തേങ്ങ പൊളിക്കലാണ് അല്ലേ? നാളികാരം പൊളിക്കലോ, തേങ്ങ പൊളിക്കണ പരിപാടി. ഇത് ഇന്നെ പോലെ ഒരു തെങ്ങ് കയറുന്ന ഒരു പാവം മനുഷ്യനാണ്. എന്നിട്ട് മനുഷ്യൻ വായ വരലിട്ടാ ഒരുപാട് ഞങ്ങളൊക്കെ ജീവിത ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഇവനൊക്കെ തെങ്ങുമ്മ കയറുന്ന പണി തന്നെയാണ്. പിന്നെ പോലത്തെ പണിയെടുത്തിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. വളരെ കഷ്ടപ്പെട്ടൊക്കെ എല്ലാവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഞാനും ഇവനൊക്കെ ഞാൻ നമ്മളെ കണ്ട ദർശി പോയ ഓർമ്മ ഉണ്ടാ? അന്ന് ചെറുപ്പത്തില് ദർശിലൊക്കെ ഞാനും ഇവനും കൂടി പോയിരുന്നാണ്. അന്ന് ഒരു ദിവസം നമ്മളിവിടെ അഞ്ജലിയില് സിനിമ കാണാൻ പോയ ആൾക്കാരാ. ഉമ്മാനോട് ഉമ്മ രാത്രി ചൂട്ടെത്തിച്ചിട്ട് വരും. ഇവന്റെ വരെയൊക്കെ വരും. എൻ്റെ അവിടെ നിന്ന് വരാൻ അന്ന് ചെറുപ്പത്തില് ഉമ്മ ഞാൻ കുറച്ച് മാസം വരെ എന്തോ ദർശിൽ പോയി. ഒരു മാസം 1-2 മാസം വരെ. അപ്പൊ ഉമ്മ ഇവിടെ കൊടുന്നാക്കി തീർക്കും. എന്നിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്നാണ് പോകും. ഉമ്മ അവിടുന്ന് ചൂട്ടെത്തിച്ച് വരും. അപ്പൊ ഉമ്മ വരാൻ വെച്ചാൽ എന്റെ കുട്ടി എല്ലാം പഠിക്കണ്ടിച്ചിട്ടാ ഞങ്ങള് സിനിമ കാണാൻ പോയാ. ആ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല സിനിമ അല്ലേ കണ്ടിരുന്നത്? എന്താ രസല്ലേ ചില സിനിമ
സിനിമകളൊക്കെ നല്ല നല്ല കഥകളുള്ള സിനിമകളൊക്കെ നമ്മളാകെ ഒന്ന് കണ്ടിട്ടുള്ളൂ. ആ ദർശി പോയിട്ട് ഞാൻ കുറെ സിനിമ കണ്ടിട്ടുണ്ട്, നല്ല നല്ല സിനിമകളൊക്കെ. അല്ല അതല്ല അന്ന് ഒരു ദിവസം അല്ലേ അത് അതെ അതെ കഴിഞ്ഞു പോകട്ടെ. ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കേസും കൂടി പോലെ ഒന്നും ഉണ്ടാക്കണ്ട. ചെറുപ്പത്തില് ഓരോരുത്തർ പലവും കാട്ടിക്കൂട്ടനാണ്. ഇപ്പൊ എല്ലാരും നേരെ ഞങ്ങളൊക്കെ സ്വർഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഞാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഏതായാലും ഇവരൊക്കെ ഒന്ന് കാണാം. കുഞ്ഞിട്ടിന്റെ വീടൊക്കെ ഒന്ന് കുഞ്ഞിട്ടിയുടെ തറപ്പണിയാണ്, അതൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കാണാച്ചിട്ടാണ്. പോത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോത്തിനെ അവിടെ ഉണ്ട്. എല്ലാം കഷ്ടപ്പെട്ട ആളാണ്. ഇപ്പൊ മോളൊക്കെ കല്യാണം കഴിച്ച എന്താ കൈമ തേമ്പ് കാണിച്ചെടുത്ത എന്തത് കാണിച്ചെടുക്ക എന്തിനാ പാക കാണിച്ചു ഇവരൊക്കെ തേങ്ങ പൊളിക്കണൊക്കെ പരിപാടിയാണ്. എല്ലാരും ഇങ്ങനെ നല്ല നയിച്ചിട്ട് 10 രൂപ ഉണ്ടാക്കുന്നതിന്റെ സുഖം, അതിന്റെ രസം, അതിന്റെ ഒരു എരും പൊടിയും വേറെ തന്നെ ഇട്ടാ. നമ്മളൊരാളെ പൈസ ആരും ഇവിടെ ഉള്ള ഇനിയിപ്പോ എല്ലാ എന്റെ യൂട്യൂബിലൊക്കെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരും മറ്റുള്ളവരെ പണം മോഹിക്കലില്ല. അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കുമ്പോ അതിനൊരു മനസ്സിനൊരു സമാധാനമാണ്. അത് ചിലർ വാങ്ങി പോകുന്നുണ്ട്, അത് തരാതിരിക്കുന്നവരുണ്ട്, ചിലർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, പറിച്ചോ തന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ ഇവിടെ എനിക്കൊന്ന് ചെറുതായിട്ട് ഒരു പനിച്ച് ഇവിടെ അങ്ങനെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എല്ലാരോടും ഇവിടെ കൊണ്ട് വെക്കണേ. ഞാൻ ഇന്ന് പോവട്ടാ. 2/7 ഇന്ന് പോവാണ്. അവിടെ ഞാൻ എല്ലാവരോടും ചോദിക്കണ ചോദ്യമാണ്. എന്തെങ്കിലും ഞാൻ അങ്ങനെ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ട് നോണ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഇജ്ജിന്റെ യൂട്യൂബ് ചാനലൊക്കെ ആണല്ലേ വേണ്ടാത്ത അങ്ങനെ തോന്നിയിട്ടില്ല ഇല്ലല്ലോ. അല്ലാതെ മറ്റുള്ളവരൊക്കെ രസകരമായിട്ട് ആരാണ് അല്ല ഞാൻ ചോദിക്കണേ ഇങ്ങനെ മറ്റുള്ള യൂട്യൂബിന്റെ ഓരോന്ന് കാണുമ്പോ എനിക്ക് ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമാണ്. അല്ല അതല്ല ചിലര് പറയുന്ന ഈ പഹ അനങ്ങിയ നാവിടുത്തെ നോണേ പറയാ. അതിപ്പോ ചിലപ്പോ ചിലർക്ക് ചില മെയിൻ്റെനൻസിന് വല്ല പ്രശ്നം ഉണ്ടാവും. അല്ല ഞാൻ അങ്ങനെ അതാണ് നിങ്ങളുടെ വീഡിയോസ് കാണുള്ളൂ. എന്നാ മതി സാർ ഇവിടെ കൊണ്ട് വെക്കണം എല്ലാവരും. അസ്സലാമു അലൈക്കും. ഇത് ഷിഹാദിന്റെ തറയണല്ലേ? ഓന്റെ തറയണല്ലേ? ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം തരുമോ? റസാഖ് ഭായി വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നമ്മളെ കുഞ്ഞിട്ടി പോയിട്ടില്ല കോഴി കച്ചവടം ചെയ്യണേ. ഓനോട് ഇങ്ങനെ പറഞ്ഞ് മാനിയോ ഞാൻ ഇങ്ങനെ വീടിന്റെ തടപ്പണി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്, ഇജ്ജ് ഒന്ന് വായോ, പോണേൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വായോ എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ഞാനേ ഓനോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇക്കച്ച വരാൻ പറ്റില്ല 3 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ കുറച്ച് മല്ലി മുളകുമ്പോഴേക്ക് മേടിക്കാൻ പോകണം എൻ്റെ കടറ തൊട്ടടുത്ത് ബാസേട്ടൻ്റെ കടയിലേക്ക്. അപ്പോൾ ഞാൻ ഓനോടൊരു വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇൻഷാല്ലാ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ കുഞ്ഞിട്ടിനോട് പറട്ടെ. കുഞ്ഞിട്ടി ഭായ് അസ്സലാമു അലൈക്കും. എൻ്റെ വീടിൻ്റെ അടുക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഓനോടൊരു വാക്ക് പറഞ്ഞു. കാരണം എന്താ പറയുക, ഇജ്ജ് ഒന്ന് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്ന ഇൻഷാല്ലാ. എന്തായാലും അള്ളാഹു ഹയറാക്കി തരട്ടെ. എനിക്ക് എത്രയും അതതിൻ്റെ അപ്പുറത്തില്ലേ? അവിടെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പോൾ കുഞ്ഞിട്ടി ഭായ് ഇവിടെ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു സിഫാക്കി കൊടുക്കട്ടെ. എത്രയും ഓൻ വിചാരിച്ച എല്ലാ മുറാദുകളും അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടുള്ള ദുആ ഞാൻ ചെയ്യുന്നുണ്ട്. ഓനോടൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് വന്നതാണ്. മറ്റെന്താണോ പിന്നെ പോയി കഴിഞ്ഞാൽ അതൊരു മനസ്സിലൊരു വിഷമം വരും ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ കുഞ്ഞിട്ടി ഭായ് വന്നിട്ടുണ്ട് കേട്ടോ. വന്നില്ല എന്നൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളും എൻ്റെ അള്ളാഹു റഹ്മ എല്ലാ കാര്യങ്ങളും എൻ്റെ മുറാദുകൾ സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും കേട്ടാ. ഇവിടെ കാണി ഇതിൻ്റെ സ്നേഹിതനാട്ടാ പ്രായംകുട്ടി എന്ന് പറഞ്ഞിട്ട്. എന്താ പ്രായക്കുട്ടി സുഖമല്ല എനിക്ക്? ഇവൻ്റെ ഒക്കെ പണി എന്താ അറിയോ? ഇതാ ഇവിടെ കാണി തെങ്ങ് കയറണതും മരം മുറിക്കണ പണിയാണ്. ഒക്കെ ഇന്നെ പോലെ എൻ്റെ കൂടെ പഠിച്ചതൊക്കെ ഇന്നെ പോലെയാണ്. ഞങ്ങളെ പഠിപ്പൊക്കെ അങ്ങനെയാണ്. ഇവരൊക്കെ അകത്ത് പഠിച്ചപ്പോൾ ഞങ്ങളൊക്കെ പുറത്താണ് പഠിച്ചത്. എന്നാലും പഠിച്ച ഞങ്ങളെ കൊണ്ട് 10 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വേറെന്താ പ്രായക്കുട്ടി സുഖമല്ല എനിക്ക്? ഞാൻ ഇപ്പം ഇന്ന് പോവുകടോ. അപ്പോൾ കുഞ്ഞിട്ടിയാ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വീട്ടിൽ പോയി അവിടെ പറമ്പ് തർപ്പണിക്ക് കഴിഞ്ഞത് ഞാൻ കണ്ടിട്ടാ. കുഞ്ഞിപ്പകയുടെ കുട്ടിയാണ്. ഒരു പണി ചെയ്തില്ല. അല്ല അതല്ല ചെറിയ തിരക്കിന് കച്ചവടത്തിന്റെ തിരക്കായിരുന്നു. അത് അവിടെ റസാഖിനെ കണ്ടു. മല്ലി മുളകൊക്കെ മേടിക്കുന്ന പരിപാടിയാണ്. ഇനി എല്ലാവരോടും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേട്ടാണ് ഞാനിവിടെ മുളകും പൊടി മേടിക്കാൻ വന്നതാണ്. ഈ കാക്കാൻ്റെ അടുത്തേക്ക് ഞാൻ വരവ്. ഇവിടെ ഗൾഫിൽ പോണവർ ആര് ഇവിടെ ഞങ്ങൾ മറവഞ്ചേരി ഭാഗത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ ഗൾഫിൽ പോണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് മല്ലിയും മുളകും പൊടി മേടിക്കുക. മൂപ്പരുടെ കടയിൽ ഉള്ള സാധനം ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ പൊടിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇന്ന് പോവുകയല്ലേ. അപ്പോൾ 2-ാം തീയതി അങ്ങനെ ബോംബേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
വലിയ മുളകൊക്കെ മേടിക്കാൻ വന്നത് ഞാൻ ഉള്ള സാധനം ഇതാ. അതുപോലെ നല്ല എരിവില്ലാത്ത മുളകും പൊടി കേട്ടോ കാണി, കാശ്മീരി കണ്ടില്ലേ. പക്ഷെ ഇതായിട്ട് പോയിട്ട് പോകുമ്പോൾ നിങ്ങൾ പാക്ക് ചെയ്തോളൂ. 1.5 കിലോ, അതൊരു 1/2 കിലോ, മഞ്ഞൾ ഒരു അരത്തോളി, മല്ലിപ്പൊടി അതിനത്ര മതി. മല്ലിപ്പൊടി ഒരു മല്ലിപ്പൊടി മതി. ബാക്കിയുള്ളൊക്കെ അവിടെ ബോംബെക്ക് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരുള്ളത്. അപ്പോൾ അവിടെ ഉണ്ട്, കണ്ടമാനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം കേട് വരും. അപ്പോൾ എല്ലാ പ്രാവശ്യം പിന്നെ ഇവിടുന്ന് പ്രവാസികൾ ഇവിടെയുള്ള മറവഞ്ചേരി അയങ്കലത്തെ എന്താണെന്നൊക്കെ അറിയില്ല. മറവഞ്ചേരി ഭാഗത്തുള്ള ആരെങ്കിലും ഗൾഫിൽ പോകുമ്പോൾ കാക്കാൻ്റെ അടുത്ത് വന്നിട്ടാണ് കല്യാണത്തിനുള്ള ഓർഡറുകളും എല്ലാ സാധനം. പിന്നെ ചെറിയൊരു പൈസയുടെ ഒരു കുറവ് ചെയ്തു തരലൊക്കെ ഉണ്ട്. അതെല്ലാവരും ചെയ്യണ പോലെ തന്നെ മൂപ്പരും ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ വേറെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എന്താ സാധാ മൂപ്പേരെ കട മില്ലിലേക്ക് വന്നതാണ്. നമ്മളപ്പുറത്ത് വാസേട്ടൻ്റെ കടയാണ്. അപ്പോൾ കാക്ക അപ്പോൾ നമ്മളിന്ന് പോകട്ടാ. നിങ്ങളെ മോനെ എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്. മോനെ ഞാനൊരു വാട്സാപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ മോനുണ്ട്. എൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണലാണ്. അപ്പോൾ എല്ലാവരോടും ഇവിടെ കൂടെ യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് 1 മണിക്ക് 1:35 മംഗള എക്സ്പ്രസ് 1 മണിക്ക് ഇവിടുന്ന് പെരേന്നായിരുന്നു. പ്രവാസികളായ എൻ്റെ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിഷൻ മേടിച്ചോളിട്ടാ. ഇതിൻ്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. കൂടുതൽ അടിക്കേണ്ട ഞാൻ എടുക്കണമെന്നില്ല. ഇത് ഇങ്ങനത്തെ മിഷൻ മേടിച്ചോളി. ഈ കമ്പനി ഇത് എത്ര കൊല്ലായി? ഇത് എത്ര കൊല്ലായി? ഒരുപാട് കൊല്ലം എഴുതി വെച്ചിട്ടുണ്ടായി. ഇത്ര വേണ്ട നല്ല ഒരുപാട് കൊല്ലം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്പർ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതോ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പിടുത്തങ്ങളില്ല. അത് നോക്കട്ടെ, അത് പോട്ടെ. അപ്പോൾ ഇത് മേടിച്ചോളൂ. ഇതാകുമ്പോൾ എന്താ അറിയോ, നിങ്ങൾക്ക് ഈ ചാക്ക് പോലത്തെ സാധനം കേട് വന്നാൽ തുന്നാൻ. അതുപോലെ ഈ ബെൽറ്റ് ഇതാ, കട്ടി കൂടിയ ബെൽറ്റ്. ഇത് എൻ്റെ ഉപ്പാക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് അലാസ്റ്റിക്കാണ്, അങ്ങനെ വെച്ച പോലെ. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിരുന്നേ. ഞാൻ പറഞ്ഞു ഇത് കട്ട് ചെയ്തിട്ട് നേരാക്കിയിട്ട് ഉപ്പാക്ക് കൊടുത്താളായിരുന്നു. ഈ മിഷീൻ്റെ ഗുണം അങ്ങനെയാണ് കേട്ടോ. ഇത് മേടിക്കാൻ അന്ന് എത്ര 18,000 20,000 10-20,000 അന്ന് അയക്കണം. ഇത് ഓയിൽ അയച്ചു വരുന്ന സംഭവമാണ്. എത്ര 19,500 20,000 പിടിച്ചോ. അവിടെ നിങ്ങളുടെ എത്തിക്കാടും പിടിക്കാനൊക്കെ കൂടെ. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് ഇത് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളി. നല്ലൊരു മിഷീനാണ്. ഒക്കെ കറണ്ടിൻ്റെ മുകളിലുള്ള പരിപാടിയാണ്. പക്ഷെ ഒരുപാട് കാലം ഓടും കണ്ടില്ലേ, നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒക്കെ ഈ കമ്പനിയുടെ. ഞാൻ പറയണ്ടെങ്കിൽ അത് മേടിച്ചാൽ എന്താ അറിയോ, നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ സാധനവും മേടിക്കുക. 2/7/2027 വീഡിയോ ഞാൻ പോകണമെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയണേ, യൂട്യൂബിൽ നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവരെല്ലാവരും ഉപ്പാനെ കാണാൻ വേണ്ടി വന്നതാട്ടാ. ഇൻഷാല്ലാ കക വിഴലിട്ടാ, ജസ്റ്റ് ഒന്ന് വെഴുക്കും. ഉപ്പാനെ കാണാൻ വേണ്ടി വന്നാൽ സ്ഥലത്തുള്ള ഉപ്പാൻ്റെ അടുത്ത് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് പോവുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് വന്നതാണ്. പിന്നെ പോണ സമയത്ത് ഒരു പൈസ തരലുണ്ട് മക്കൾക്ക്, പോയിട്ട് കൈമടക്ക്. അപ്പോൾ 10 രൂപ തരും എല്ലാ പ്രാവശ്യം. ഞാൻ 40 കൊല്ലമായിട്ട് പോയതാണ്. ആ ചെറുപ്പം മുതൽ തന്നെ ഉമ്മ തരലോട് ചെയ്യിക്കണം. ഒരു 10 രൂപ കൈമടക്ക്. അത് എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ. അവരെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും പിമ്മയും തരുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് തരുന്നതാണ്. മക്കൾ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നേരായി കിട്ടാൻ മതി. അപ്പം എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് പോട്ടെ. ഇപ്പം ചായ കുടിക്കുന്നു. പോവുകയാണ്. ഇപ്പം നിങ്ങൾ കഥയാണ്. ശരീരാഭിവൃത്തികളെല്ലാം കൊടുക്കണ ഈ പാവപ്പെട്ട ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമത്തും വർക്കത്തും ശരീരാഭിവൃത്തികളും എല്ലാം തന്നെ റബ്ബേ. എൻ്റെ ബോംബെ പോകുമ്പോൾ തരുന്ന പൈസ മതി. ചള്ളങ്ങൾ തന്നാണ് ഈ പൈസ. എൻ്റെ ഉമ്മ തരുന്ന പൈസ. എൻ്റെ ഉപ്പ ഇന്നലെ വീണ് കയ്യുമ്പോൾ ചെറുതായിട്ടൊരു പരിക്ക് വന്നു. എല്ല് ഇന്നലെ പെട്ടെന്നുണ്ടായതാണ്. വരുമ്പോഴൊക്കെ
എപ്പോഴും പടച്ചോനെ എന്നിങ്ങനെ മരത്തിനോട് അവർക്ക് കേടുപാടുണ്ടാവില്ല. പോകണ എല്ലാവരോടും തെമ്മ അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയാണ്, ഇത് നമ്മളെ കാക്കാണ്. കാക്ക നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അബ്ദുസമ്മദ്. തലക്കടുത്തൂര്. എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വന്നേലെന്ന്. നമ്പർ അതിൽ കിട്ടാത്തതുകൊണ്ടേ നേരിട്ട് മറവഞ്ചേരിന്ന് കണ്ടപ്പോ അന്വേഷിച്ച് പിടിച്ചു വന്നത് അവിടെ. ഇന്നിപ്പോ എത്ര 1/7/2025 8 മണിക്ക് വന്നതാ. കാരണം മൂപ്പരേക്ക് ബോംബൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ മറവഞ്ചേരി വന്നിട്ട് അന്വേഷിച്ച് വന്നൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ മൂപ്പര് വന്നത്. സംസുക്കാരോടും പറയാണ്, സംസുക്ക ഇതൊക്കെ വന്നിട്ടുണ്ട്. രവിയേട്ടനോടും നമ്മളെ കാലിക്ക എല്ലാവരും ഉണ്ട്. എൻ്റെ ബോംബിൽ എല്ലാവരും ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലൊക്കെ നമ്മളെല്ലാവരും ഉണ്ട്. ഇറങ്ങി കച്ചവടക്കാര് സാധാ ഇപ്പൊ ഇവരെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. സാധാ ഞാൻ ഒരു ബോംബെയിലേക്കൊക്കെ വരലുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ അവിടെ എല്ലാരും പരിചയപ്പെടാം. എല്ലാരും ഉണ്ടാവും. നിങ്ങൾ ഒരു പേടി പരിപാടി ബോംബെയോട് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ പോലെ എല്ലാ കുറെ നല്ല ആൾക്കാരുണ്ട്. സംസയ്ക്ക്, കാലിക്ക്, രവിയേട്ടന്, അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ എല്ലാരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ പറ്റി അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് വന്നിക്കണേ. ഇവരുടെ മറവഞ്ചേരൊക്കെ ചോദിച്ചിട്ടാ വന്നിക്കണേ സാധാ. അപ്പൊ എല്ലാവരോടും പറയണേ, സംസുകാരുടെ എല്ലാവരോടും സാധാ പേര് വന്നിട്ടുണ്ട് കേട്ടാ. എന്നാ ശരി. പിന്നെ അതേമാതിരി ഇവിടുന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നോ മമ്പറത്തുനിന്നേ. എന്താ പേര് മറന്ന ഗുരുവായൂരിന്ന് ഇന്നലെ മിഞ്ഞാന്ന് ആൾക്കാര് വിളിച്ചിട്ട്, അപ്പൊ ഞാൻ എന്റെ അളിയന്റെ വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ നിന്നിട്ട് അളിയനിക്ക് വിളിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരെ. ഇപ്പൊ ഞങ്ങള് പറഞ്ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ ഇവര് ഞാക്കെന്താ ഞാൻ ഇല്ലാത്തൊക്കെ വെപ്പതാക്ക് ഇതാ വന്നിക്കണ്. എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഞാൻ സത്യം ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞിട്ടുള്ള വന്നില്ല. അത് കേട്ടോ, ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്നോട് ഇഷ്ടപ്പെട്ട് വന്നതാ. അല്ല കാക്ക, അല്ല ഞാൻ എന്തെങ്കിലും നോണാ പറഞ്ഞിട്ട് എന്റെ ജീവിത ചരിത്രം ഡയറക്റ്റ് ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പാണ് നേരിട്ട് കാണുന്നത്. എന്റെ ജീവിത ചരിത്രവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ആൾക്കാർ എന്നെ തേടി വന്നതാ. അല്ല ഒന്നിനും വന്നല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. കാരണം അത്രയും ചെറുപ്പത്തിൽ പോയി റോഡുമൊക്കെ എടുത്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാരണം നിങ്ങൾ വന്നല്ല. അത് മതി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്ന് എന്നെ തേടി വന്നപ്പോ സംസുക്ക ഇത്ര മതി. സന്തോഷായിട്ടോ. അസ്സലാമു അലൈക്കും. ട്രെയിനിൽ പോയിട്ട് വാ പോട്ടെ. ഞങ്ങൾ പോവാണ്. പെരുന്നാളായിട്ടേ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാ മക്കളെല്ലാരും കൂടി. ഇനിയും കുറെ ആൾക്കാർ വരാണ്ട്. ഓ, അക്ബർ ഇവിടെ എത്തിയിട്ടില്ല. അസ്സലാമലൈക്കും. സംസിറാക്ക, മുസ്തഫാക്ക, സബീർക്ക എല്ലാവരോടും പറയണേ ഈദ് മുബാറക്. ഇതവിടെ വന്നിട്ടുണ്ട്, മൂത്തമാരടുത്ത് വന്നിട്ടുണ്ട്. ഉമ്മാൻ്റെ അടുത്തേക്ക് പെരുന്നാൾ നിസ്കാരമായിട്ട് കഴിഞ്ഞാൽ പാടെ ആദ്യം വന്നത് എൻ്റെ മൂത്തമാരുടെ അടുത്തേക്കാണ്. എന്നിട്ട് മൂത്തമാനൊക്കെ കണ്ട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഇൻഷാല്ലാ ഇനിയിപ്പോൾ പെങ്ങന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അല്ല മൂത്തമ്മ സുഖമല്ലേ നിങ്ങൾക്ക്? കേട്ടാൽ മതി. ഇതല്ല എൻ്റെ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്.